ആകട്ടെ. എഫേസ്യ ലേഖനത്തിൻ്റെ അവസാനത്തെ സെഷനാണ് ഈ ഡിസംബർ മാസം ഈ 9-ാം തീയതി നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. പിന്നെ 2 വാക്യങ്ങൾ മാത്രമാണുള്ളത്. ചില കൺക്ലൂഷൻസ് എല്ലാ ലേഖനങ്ങളിലും ഒരുപോലെ ആയിരിക്കുന്നത് പോലെ, ചില സ്തോത്രം അതേ കൺക്ലൂഷൻ മിക്കവാറും ഒരുപോലെ ആയിരിക്കുന്ന പോലെ എഫേസ്യ ലേഖനത്തിൻ്റെ അവസാനവും സ്തോത്രം മറ്റു പല ലേഖനങ്ങളുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നതിനാൽ ആവർത്തന വിരസത ഒഴിവാക്കേണ്ടത് വേണ്ടി സ്തോത്രം ആ 2 വാക്യങ്ങൾ വിട്ട് അവസാന ഭാഗങ്ങൾ വിട്ട് അതിന് മുൻപുള്ളതായ സ്തോത്രം ഭാഗം ചിന്തിച്ച് കഴിഞ്ഞ 2 വർഷമായി നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് പഠിക്കുകയായിരുന്നു. എല്ലാ ബുധനാഴ്ചകളിലും മിക്കവാറും ബുധനാഴ്ചകളിൽ സ്തോത്രം. അതുകൊണ്ട് 23, 24 വാക്യങ്ങൾ മിക്കവാറും അതൊരു കോമണാണ്. സ്തോത്രം. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ എന്നുള്ള ആ കോമൺ ടേം നമ്മൾ സ്തോത്രം അതെ മാറ്റിവെച്ചിട്ട് 21 മുതൽ 21, 22 വാക്യങ്ങളാണ് നമ്മൾ സ്തോത്രം അവസാനത്തെ സെഷനായിട്ട് നാം ധ്യാനിപ്പാൻ വേണ്ടി പോകുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം, എഫേസ്യ ലേഖനം അവസാന അധ്യായമായ 6-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലതും അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടെ 21, 22 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. ശബ്ദം ഉയർത്തി വായിക്കാമോ? ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. 22-ാം വാക്യം. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ, ഒരു പക്ഷേ ലേഖനങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് എഫേസ്യ ലേഖനമെന്നാണ് മിക്കവാറും വേദപുസ്തക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. പഴയ നിയമത്തിലെ ഒരു പുസ്തകമായി എഫേസ്യ ലേഖനത്തിന് വലിയ സാമ്യമുണ്ട്. പഴയ നിയമത്തിലെ ആ പുസ്തകം യോശുവയുടെ പുസ്തകമാണ്. യോശുവയുടെ പുസ്തകത്തിലാണ് ഇസ്രായേൽ ജനം വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുപോലെ പുതിയ നിയമ വിശ്വാസിക്ക് ക്രിസ്തുവിലുള്ളതായ ഇൻഹെറിറ്റൻസിലേക്ക്, അവകാശത്തിലേക്കുള്ള പ്രവേശന പുസ്തകമാണ് എഫേസ്യ ലേഖനം. ഒരിക്കൽ കൂടെ, മക്കളാണെങ്കിൽ ആരാണ്? അവകാശികളാണ്. മക്കളായ പുതിയ നിയമവിശ്വാസികൾക്ക് ക്രിസ്തു യേശുവിലുള്ളതായ അവകാശത്തിൻ്റെ പ്രവേശനം ഇന്നതെന്ന് പഠിപ്പിക്കുന്ന, കാണിക്കുന്ന ഒരു ലേഖനമാണ് ഏത്? എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് 7 കാര്യങ്ങൾ ആ 1-ാം അധ്യായത്തിൽ എണ്ണി പറയുകയാണ്. അത് കർത്താവിലുള്ളതായ ഇൻഹെറിറ്റൻസ് ആണ്. ഈ ലേഖന ഭാഗം ആരംഭിക്കുന്നതായ സമയത്ത് ഞാനത് പറഞ്ഞു. സ്വർഗത്തിലെ സ്തോത്രം 7 ആത്മീയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അബ്രഹാമിൽ നമുക്ക് 7 അനുഗ്രഹങ്ങളുണ്ട്. സ്തോത്രം. അതെ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിൽ അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്ത അബ്രഹാമീയ അനുഗ്രഹം, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ പ്രജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. സോ അബ്രഹാമിലുള്ള അനുഗ്രഹമുണ്ട്. വേദപുസ്തകം അനുസരിക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹമുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ വചനം അനുസരിക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നു. സോ അബ്രഹാമിൻ്റെ അനുഗ്രഹം, 2ാമത്തെ സെറ്റ് ഓഫ് അനുഗ്രഹം വേദപുസ്തകം അനുസരിക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹം. 3ാമത്തെ അനുഗ്രഹം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് 3 സെറ്റ് ഓഫ് അനുഗ്രഹങ്ങളുടെ കൂമ്പാരമാണ് ആർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്? യെരൂശലേമിലെ യഹൂദന്മാർക്കല്ല, പകരം ദൈവത്തിൻ്റെ മക്കൾക്ക്. ചിലർക്ക് എഴുതിയെടുക്കുന്നത് കൊണ്ട്
പഴയ നോട്ടിൽ കാണാത്തത് കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. 1, അബ്രഹാമിൻ്റെ അനുഗ്രഹം. 2, വേദപുസ്തകം അനുസരിക്കുന്നത് കൊണ്ടുള്ള വചനം അനുസരിക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹം. 3, സ്വർഗീയത്തിലെ സകല ആത്മീയ അനുഗ്രഹം. അത് കർത്താവിലുള്ളതായ അവകാശത്തിലേക്കുള്ള പ്രവേശനമാണ് ഈ ലേഖനത്തിൽ പൗലോസ് ഇതാ കാണിച്ചു തരുന്നത്. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തതായ വാഗ്ദത്തത്തിലേക്ക് മോശ നയിച്ചു എങ്കിലും യോശുവയാണ് അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിച്ചതുപോലെ, അവകാശത്തിലേക്ക് യോശുവ എത്തിച്ച് ആ ദേശം വിഭാഗിച്ച് നൽകിയതുപോലെ ക്രിസ്തു യേശുവിലുള്ളതായ അവകാശത്തിൻ്റെ ഔന്നിത്യമേടുകൾ വെളിപ്പെടുന്നതായ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖന ഭാഗമാണ് എഫെസ്യ ലേഖനം 6-ാം അധ്യായം. 6 അധ്യായത്തിൽ ഇത് നല്ലൊരു സഭ അല്ല, എഫെസ്യ ലേഖനത്തിൽ ഇതൊരു നല്ലൊരു സഭ എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ഒരു കുറ്റം മാത്രമാണ് കർത്താവ് എഫെസോസിലെ സഭയെക്കുറിച്ച് പറയുന്നത്. എഫെസോസ് സഭ സ്ഥാപിച്ചത് പൗലൂസായിരുന്നു. പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞ ശേഷം പ്രിയനായ യോഹന്നാൻ സ്തോത്രം എഫെസോസ് പട്ടണത്തിൽ കടന്നു വന്ന് അവിടെ ബിഷപ്പായിരുന്നു. അവിടെ എഫെസോസ് സഭയിൽ പ്രിയനായ യോഹന്നാൻ കടന്നു വന്ന് അവിടെ ബിഷപ്പായിരിക്കുന്ന സമയത്താണ് യോഹന്നാൻ എഫെസോസിൽ നിന്ന് പത്മോസിലേക്ക് നാട് കടത്തപ്പെടുന്നത്. വളരെ ശ്രദ്ധിക്കണം, യോഹന്നാൻ അവിടെ ഒറ്റയ്ക്കല്ല സ്തോത്രം അത് എഫെസോസിൽ കടന്നു വന്നത്. കൂടെ ആരും ഉണ്ടായിരുന്നു? ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. ആരാണ്? സ്തോത്രം അമ്മ ഉണ്ടായിരുന്നു. ആരുടെ അമ്മ? യോഹന്നാൻ്റെ അമ്മയോ? അല്ല, പകരം കർത്താവിൻ്റെ അമ്മ. സ്തോത്രം അതെ, കർത്താവിൻ്റെ അമ്മ മറിയ യോഹന്നാനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. സ്തോത്രം സഭാചരിത്രം വളരെ വ്യക്തമായി പറയുന്നു. എങ്ങനെയാണ് യേശുവിൻ്റെ അമ്മ മറിയ യോഹന്നാൻ്റെ കയ്യിൽ വന്നു പെട്ടത്? ക്രൂശിൻ്റെ ചുവറ്റിൽ വച്ചാണ് സ്തോത്രം അതെ യോഹന്നാന് അമ്മ മറിയയുടെ ഉത്തരവാദിത്വം കർത്താവ് കൊടുത്തത്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് അന്നു മുതൽ ആ ശിഷ്യനാകുന്നതായി യോഹന്നാൻ ആ ഉത്തരവാദിത്വത്തെ കളഞ്ഞില്ല. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം തന്നിരിക്കുന്നു എങ്കിൽ അത് കളയുന്നവരാകരുത്, പകരം ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നവർ തന്നെ ആയിരിക്കണം. ആരും വേണ്ടുന്നില്ലല്ലോ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉത്തരവാദിത്വം കളയുന്നവരല്ല, ഉത്തരവാദിത്വം നിറവേറ്റുന്നവരായിരിക്കുക. ഇവിടെ ഇതാ സ്തോത്രം അങ്ങനെ എഫെസോസ് പട്ടണത്തിൽ യോഹന്നാൻ കടന്നു വരുമ്പോൾ കൂടെ അമ്മ മറിയയും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നത്തേതിൽ എഫെസോസ് സഭയുടെ അധ്യക്ഷനായി ദീർഘവർഷങ്ങൾ യോഹന്നാൻ അവിടുത്തെ ശുശ്രൂഷ ചെയ്യുകയുണ്ടായി. എന്നാൽ സ്തോത്രം പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ നാട് കടത്തപ്പെടുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ എഫെസോസ് സഭയ്ക്കുള്ളതായ ദൂതാണ് കർത്താവ് പറയുന്നത്. എഫെസോസ് സഭയ്ക്കുള്ള ദൂത്, അതിൽ വലിയൊരു കുറ്റം കർത്താവ് ആരോപിക്കുന്നുണ്ട്. 2:4 എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവിൽ നിറയപ്പെട്ടവരാണ് എഫെസോസിലെ സഭ. പൗലോസ് ഏറ്റവും കൂടുതൽ ദീർഘവർഷങ്ങൾ താമസിച്ചതായ പട്ടണമായിരുന്നു സ്തോത്രം എഫെസോസ് പട്ടണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കൊരിന്തിലല്ല, ഏഥൻസിലല്ല, മറ്റു ഒരു പട്ടണത്തിലുമല്ല പൗലോസ് എന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ പാർത്തത്. പിന്നെ എവിടെയാണ് സ്തോത്രം അദ്ദേഹം പാർത്തത്? ഏറ്റവും ദീർഘമായി പാർത്തത് സ്തോത്രം എഫെസോസ് പട്ടണത്തിലാണ്. പൗലോസിൻ്റെ ശുശ്രൂഷയെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചവർ എഫെസോസുകാരാണ്. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സബതി മക്കളിൽ ഒരുവനായ യോഹന്നാൻ കടന്നു വന്ന് യോഹന്നാൻ്റെ ശുശ്രൂഷയെ അവർ അനുഭവിച്ചു. ഏറ്റവും നല്ല പാസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷ അവർ അനുഭവിച്ചവരാണ്. ഏറ്റവും നല്ല പ്രസംഗം അവർ കേട്ടവരാണ്. ഏറ്റവും നല്ല ശുശ്രൂഷ അവർ അനുഭവിച്ചവരാണ്. പക്ഷേ ഏറ്റവും നല്ല പ്രസംഗവും ഏറ്റവും നല്ല പ്രാർത്ഥനയും ഏറ്റവും നല്ല വെളിപ്പാടും ഒക്കെ കേട്ടിട്ടും കർത്താവ് അവിടെ മുഖമല്ല നോക്കുന്നത്, അവിടെ ബാങ്ക് അക്കൗണ്ട് നിക്ഷേപമല്ല നോക്കുന്നത്. കർത്താവിടെ ഹൃദയം നോക്കുമ്പോൾ കർത്താവിന് അവരെക്കുറിച്ച് ഇന്ന് രാത്രിയും ഈ ഹാളിലും ഈ വെബ് സ്ട്രീമിലായിരിക്കുന്ന ആരെക്കുറിച്ചോ പറവാൻ ഒരു കുറ്റമുള്ളതുപോലെ കർത്താവ് പറയുന്നു, ഒരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറവാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം ഞാൻ വിട്ടുകളഞ്ഞിരിക്കുന്നു, നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. സ്നാനപ്പെട്ടപ്പോഴുണ്ടായിരുന്നതുപോലെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭ നാളുകൾ ഉണ്ടായിരുന്നതായ അന്നത്തെ സ്നേഹമില്ല, അന്നത്തെ എരിവില്ല, അന്നത്തെ തീഷ്ണതയില്ല. പണ്ടാണെങ്കിൽ കത്തുന്ന തീയായിരുന്നു, ആ തീ മാറിപ്പോയിട്ട് പിന്നെ അവസാനം അത് കനൽക്കട്ടയായി. എന്നാൽ ലോകത്തിൻ്റെ തണുപ്പും അതേ കോവിഡിൻ്റെ കാറ്റും ഒക്കെ അടിച്ചപ്പോൾ ആ തീയും കൂടെ പോയി. ഇപ്പോഴത്തെ ചാരം കൊണ്ട് കിടക്കുന്നതായ വ്യക്തികളുമൊക്കെ ഇന്നും കർത്താവിന് പറവാനുള്ളത് എന്താണ്? നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറവാനുണ്ട്. അതുകൊണ്ട് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നാരേലും പറയുന്നെങ്കിൽ പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അതില്ല എന്ന് ആരെങ്കിലും
പറയുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയങ്ങൾ തകരണം, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുക്കണം. എന്തിനു വേണ്ടി? കർത്താവെ, ഞാനിതാ മടങ്ങി വരുന്നു. അപ്പൻ്റെ ഭവനത്തിലേക്ക് ആ ധൂർത്തുപുത്രൻ മടങ്ങി വന്നതുപോലെ ആദ്യ സ്നേഹത്തിലേക്ക് ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ മടങ്ങി വരികയാണ്. എഫെസോസ് സഭ സ്തോത്രം ആദ്യ സ്നേഹം പിന്നത്തേതിൽ വിട്ടുകളഞ്ഞു. ആ എഫെസോസ് സഭയ്ക്ക് പൗലോസിത ലേഖനം എഴുതി കൺക്ലൂഡ് ചെയ്യുന്നതായ സമയത്ത് സ്തോത്രം അവിടെ പറയുന്നതായ ഒരു വ്യക്തിയെ കുറിച്ചാണ് വളരെ കൃത്യമായി സ്തോത്രം വളരെ ഹ്രസ്വമായി എനിക്ക് പറയുവാനുള്ളത്. സ്തോത്രം, ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ ആ പദം അണ്ടർലൈൻ ചെയ്യുക. കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകൻ, കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകൻ, ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ ഇൻ ദ ലോർഡ്, ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ ഇൻ ദ ലോർഡ്, കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലതും അറിയിക്കും. തിഹിക്കോസ് 5 സ്ഥലങ്ങളിലാണ് തിഹിക്കോസ് എന്ന ഈ സഹോദരനെ കുറിച്ച്, ഈ ദൈവദാസനെ കുറിച്ച് പുതിയ നിയമത്തിൽ പൗലോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. 5 സ്ഥലങ്ങളെ എഴുതിയിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ അക്വില, പ്രിസില്ല, തീത്തോസ്, തീമോത്തിയോസ് എന്നിവരെ കുറിച്ച് തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. പക്ഷേ 5 സ്ഥലങ്ങളെ ഈ മനുഷ്യനെ കുറിച്ച്, തിഹിക്കോസിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹം ആരാണ്? അദ്ദേഹം കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനാണ്. നിങ്ങൾ വലിയ പേരും പ്രശസ്തിയും ഒന്നും ഇല്ലാത്തവരാണെങ്കിലും കർത്താവ് നിങ്ങളെക്കുറിച്ച് പറയേണ്ടതായ സാക്ഷ്യം ഇതായിരിക്കണം: അവൾ എൻ്റെ വിശ്വസ്ത ദൈവദാസിയാണ്, അവൻ എൻ്റെ വിശ്വസ്ത ദൈവദാസനാണ്. സ്തോത്രം. ഭക്തന്മാർ കുറഞ്ഞു പോകുമ്പോൾ, വിശ്വസ്തന്മാർ ഇല്ലാതാകുമ്പോൾ, ഒരിക്കൽ കൂടെ ഭക്തന്മാർ കുറഞ്ഞു പോകുമ്പോൾ, വിശ്വസ്തർ ഇല്ലാതാകുമ്പോൾ ഈ കാലഘട്ടത്തിൽ വിശ്വസ്തരായി നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനായ തിഹിക്കോസ്. തിഹിക്കോസ് എന്ന പദത്തിന് അർത്ഥം ഫോർച്യൂൺ, സ്തോത്രം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭാഗ്യം, ഫോർച്യൂൺ. ആരെങ്കിലും ഫോർച്യൂണറിൽ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാഗ്യം, സ്തോത്രം. മൈലേജ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. അതെ, ഫോർച്യൂൺ, സ്തോത്രം എന്ന് പറഞ്ഞാൽ ഭാഗ്യം. തിഹിക്കോസ് എന്ന അർത്ഥം ഭാഗ്യം എന്നാണ് അർത്ഥം. ആ തിഹിക്കോസിനെ കുറിച്ച് ഭാഗ്യമെന്ന അർത്ഥം വരുന്നതായ പേരുള്ളതായ തിഹിക്കോസിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകൻ എന്നാണ്. അതുകൊണ്ടാണ് ഈ ഹ്രസ്വമായ സ്റ്റഡിക്ക് ഞാനിങ്ങനെ പേര് വിളിച്ചത് ഭാഗ്യം, തിഹിക്കോസ്. പക്ഷേ മഹാഭാഗ്യം എന്താണ്? കർത്താവ് തന്നെക്കുറിച്ച് പറയുന്നതായ സാക്ഷ്യം ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നല്ല, പണ്ടുണ്ടായിരുന്ന ദൈവകൃപ മാറിപ്പോയി എന്നല്ല, നിന്റെ താലത്തിൻ്റെ നീ കുഴിച്ചിട്ടു എന്നല്ല, നീ പിന്മാറ്റത്തിലേക്ക് പോയി എന്നല്ല. ദേമാസ് എന്ന് പറയുന്ന ഒരുവനെ കുറിച്ച് പറയുന്നു, അവൻ ലോകത്തെ സ്നേഹിച്ചതുപോലെ നീയും ലോകത്തെ സ്നേഹിച്ചു പോയി എന്നല്ല. നീ ലോകത്തെ സ്നേഹിച്ചു പോയില്ല, നീ പാപം ചെയ്തില്ല, നീ പിന്മാറ്റക്കാരനായില്ല. പകരം നീ ആരാണ്? നീ കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകൻ. അത് വലിയൊരു കാര്യമാണ്. കർത്താവ് തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. അഥവാ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനിലൂടെ അവനെക്കുറിച്ചുള്ളതായ സാക്ഷ്യം പറയുന്നു, ഇവൻ വിശ്വസ്ത ശുശ്രൂഷകനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് സ്തോത്രം മാസ്കൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ സ്തോത്രം പറയാത്തത്. പക്ഷെ ഞാൻ പറയട്ടെ, ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ഏതോ വലിയ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അല്ല, കോടിക്കണക്കിന് സമ്പാദ്യമല്ല. കർത്താവ് ഒരു ദിവസം അവൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ പറയണം, ഇതാ വിശ്വസ്തദാസനെ, വിശ്വസ്തദാസിയെ. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള വേറൊരു കാര്യമില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. മനുഷ്യൻ്റെ മുൻപിലുള്ളതായ ഗ്ലാമർ അല്ല, ഹൃദയങ്ങളെ കാണുന്ന, മനുഷ്യരെ ഉള്ളതുപോലെ തൂക്കി നോക്കുന്നവനായ ദൈവം സ്തോത്രം നിങ്ങളെക്കുറിച്ച് പറയണം. എന്താണ്? നീ എൻ്റെ വിശ്വസ്തദാസനാണ്, വിശ്വസ്തദാസിയാണ്. നിങ്ങളുടെ ചെവികൾ കേൾപ്പാൻ കൊതിക്കുന്നത് ഇനിയും വേറൊരു ബൈബിൾ സ്റ്റഡിയോ വേറൊരു ഭയങ്കര പ്രസംഗമോ ഏതോ നല്ലൊരു പാട്ടോ അല്ല. പകരം സ്തോത്രം നിങ്ങളുടെ ചെവികൾ കേൾപ്പാൻ കൊതിക്കേണ്ടത് മഹാഭാഗ്യമായ ആ കർത്താവിൻ്റെ ശബ്ദമായിരിക്കണം. നീ എൻ്റെ വിശ്വസ്ത ദാസനാണ്, നീ എൻ്റെ വിശ്വസ്ത ദാസിയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഭക്തന്മാർ കുറഞ്ഞു പോകുമ്പോൾ, വിശ്വസ്തന്മാർ ഇല്ലാതിരിക്കുമ്പോൾ, അനേകർ അവിശ്വസ്തരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സ്തോത്രം അറിഞ്ഞ വിഷയത്തിലും അറിയാത്ത വിഷയത്തിലും, മനുഷ്യൻ കാണുന്ന വിഷയത്തിലും ദൈവം മാത്രം കാണുന്ന വിഷയങ്ങളിലും സകലത്തിനും വിശ്വസ്തരായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. ഭാഗ്യം, മഹാഭാഗ്യം. സ്തോത്രം. തിഹിക്കോസ് എന്ന വാക്കിനർത്ഥം ഭാഗ്യമെന്നാണ്. സ്തോത്രം. ഇവിടെ ഇതാ കർത്താവ്
അവനെക്കുറിച്ച് പറയുന്നു, അവൻ കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകൻ. വീണ്ടും കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യത്തിൽ കൂടെ സ്തോത്രം 4:7, കൊലോസ്യർ 4:7 ഇതേ പദപ്രയോഗം തന്നെ ആവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. അവൻ ആരാണ്? അവൻ വിശ്വസ്തനായ ദൈവദാസൻ. സ്തോത്രം, അവൻ വിശ്വസ്തനായ, സ്തോത്രം, അതേ ദൈവദാസൻ. എൻ്റെ അവസ്ഥയ്ക്ക് കൊലോസ്യർ 4:7 ഞാൻ വായിക്കുന്നത്. എൻ്റെ അവസ്ഥ ഒക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും, നോക്ക്, വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. അവിടെയും പൗലൂസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോഴും ആ പദം മാറ്റുന്നില്ലേ? അവൻ ആരാണ്? സ്തോത്രം, ഇവൻ വിശ്വസ്തനാണ്. അപ്പോൾ എഫേസ്യർക്ക് ലേഖനം എഴുതി നാളുകൾ കഴിഞ്ഞ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോഴും പൗലോസ് പറയുന്നവൻ ആരാണ്? അവൻ വിശ്വസ്തനായി തുടരുകയാണ്. പണ്ട് പുള്ളി വിശ്വസ്തനായിരുന്നു, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പൈസ കിട്ടിയപ്പോൾ വിശ്വസ്തനായി എന്നല്ല. പണ്ട് പുള്ളി വിശ്വസ്തനായിരുന്നു, കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഷ്ടപ്പാടെല്ലാം തീർന്നു, ഇപ്പോൾ ഇതാ നല്ല കാലം വന്നപ്പോൾ ദൈവത്തെ കളഞ്ഞു എന്നല്ല. അവൻ അന്നും വിശ്വസ്തനായിരുന്നു, അവൻ ഇന്നും വിശ്വസ്തനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെ വന്നാലും, എന്തൊക്കെ പോയാലും, എന്തൊക്കെ കിട്ടിയാലും, എന്തൊക്കെ കിട്ടിയില്ലേലും നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. കാരണം ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും അവിശ്വസ്തനല്ല. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് ഒരിക്കലും അവിശ്വസ്തനാകുവാൻ കഴിയത്തില്ല. ദൈവത്തിന് തൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, ദൈവത്തിന് തൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയത്തില്ല. മനുഷ്യനാണ് സ്വഭാവത്തെ മാറ്റുവാൻ കഴിയുന്നത്. ഒന്നിനെ പോലെ നിറം മാറുന്നു എന്ന് പറയാറില്ലേ? അതാരെക്കുറിച്ചാണ് പറയുന്നത്? മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ്റെയാണ് നിറം മാറുന്നത്. എൻ്റെ നിറം മാറാം, നിങ്ങളെ നിറം മാറാം, പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ നിറം, നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത, നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം ഒരിക്കലും മാറത്തില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ദൈവം മാറ്റം ഇല്ലാത്തവനാണ്. ഇസ്രായേൽ ജനത്തിന് സ്തോത്രം 14 പ്രാവശ്യം അവരിതാ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിറുപിറുത്തു. 14 പ്രാവശ്യം പിറുപിറുത്തു. ഒരു ദിവസം പോലും ദൈവം പറഞ്ഞില്ല, അങ്ങനെയെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ച് കൊടുത്താൽ മതി, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇന്ന് 10:30 മണിക്ക് ശേഷം മന്ന പെയ്താൽ മതി എന്ന് ദൈവം തീരുമാനിച്ചോ? ഇല്ല. മനുഷ്യർ അവർ പിറുപിറുക്കും. കർത്താവ് പറഞ്ഞു, അവർ മാറും, അവർ ദുശാഠ്യമുള്ള ജനം. പക്ഷെ ആർക്ക് മാറാൻ പറ്റത്തില്ല? എനിക്ക് മാറുവാൻ കഴിയത്തില്ല. തക്ക സമയത്ത് ആ മന്നയെ ദൈവം പൊടിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. ആ മന്നയെ ദൈവം പൊടിച്ചു കൊടുത്തു. സ്തോത്രം. അതെ, ഫിസിക്കൽ ഗ്യാതറിങ് ഇല്ലാതായപ്പോൾ പലരുടെ ആത്മീയം നടന്നുപോയി. പലരും പറയുന്നു, പണ്ട് പേടിച്ചിട്ടായിരുന്നു പള്ളിയിൽ വന്നിട്ടിരുന്നേ, പണ്ട് പേടിച്ചിട്ടായിരുന്നു സഭയെ വന്നിട്ടിരുന്നേ. എന്താ? ദൈവം തല്ലും, ദൈവം അടിക്കും എന്ന് പറഞ്ഞിട്ടാണ് സ്തോത്രം അതേ സഭയെ വന്നിട്ടിരുന്നത്. ഇപ്പോൾ ഇതാ സഭയെ വന്നിട്ട് മാസങ്ങളായി, ദൈവം തല്ലുന്നില്ല. അതുകൊണ്ട് ഇന്ന് പലരും പറയുന്നത്, ഇനി ചർച്ചയിൽ വന്നിട്ട് ഒരു കാര്യമില്ല, സ്തോത്രം, ഇനി ഇടയ്ക്കിടയ്ക്ക് മാത്രം വല്ല സൂമിലും കയറിയിരിക്കാം എന്ന് പറഞ്ഞ് പലരും ഉഴപ്പിപ്പോയെങ്കിൽ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, അനേകർ പിന്മാറ്റത്തിൽ പോകുകയാണ്, അനേകരുടെ വിശ്വാസം കളഞ്ഞു കുളിക്കുകയാണ്, അനേകരുടെ ആത്മീയത്തിൽ കെട്ടുപോകുകയാണ്. ഈവൻ പ്രാസംഗർ പോലും പിന്മാറ്റത്തിലാണ്, ദൈവദാസന്മാർ പാസ്റ്റർമാർ പിന്മാറ്റത്തിലാണ്. വിശ്വാസത്യാഗം സംഭവിക്കുന്നതായ ഈ തലമുറയിൽ, അനേകർ വിശ്വാസം കളഞ്ഞു കുളിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ സ്തോത്രം, അന്നും വിശ്വസ്തനാണ്, ഇന്നും വിശ്വസ്തനാണ്, എന്നും വിശ്വസ്തരെന്ന് പറഞ്ഞ് ദൈവകൃപയാൽ മാറ്റമില്ലാത്തവരായി ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. തിഹിക്കോസ് അവൻ വിശ്വസ്തനായ ശുശ്രൂഷകൻ തന്നെയാണ്. ഈ വിശ്വസ്തനായ ശുശ്രൂഷകൻ എന്ന് ഒറ്റ ദിവസം കൊണ്ട് അവനങ്ങ് കയറിയല്ല. നമ്മളെല്ലാവരും ഈ 6ാമത്തെ നിലയിൽ, ഈ ഹാളിൽ സ്തോത്രം 6ാമത്തെ നിലയാണ്, ലിഫ്റ്റിലാണ് കയറി വന്നത്. ഞാൻ പറയട്ടെ, ഈ ലിഫ്റ്റിൽ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങ് സ്തോത്രം ശുശ്രൂഷകനായി കയറി വരത്തില്ല, പകരം സ്റ്റെപ്പിലേ കയറി വരാൻ പറ്റത്തുള്ളൂ. അർത്ഥം സ്തോത്രം, ലിഫ്റ്റ് ദൈവരാജ്യത്തിലില്ല. പടിയായിട്ടാണ് ദൈവം നമ്മെ ഉയർത്തുന്നത്. പടിയായിട്ടാണ് ദൈവം നമ്മെ ഉയർത്തുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, പടിയായിട്ടാണ് ആത്മീയമായി ദൈവം നിങ്ങളെ സ്തോത്രം വളർത്തുന്നത്. കഴിഞ്ഞ മാസം പോലെയാകല് ഈ മാസം സ്തോത്രം പടിയായിട്ടാണ് ദൈവം നിങ്ങളെ വളർത്തുന്നത് എന്ന് വേദപുസ്തകം പറയുന്നു. നോക്കിയേ, സ്തോത്രം, വിശ്വാസികളെ നോക്ക്. അപ്പോസ്തല പ്രവൃത്തി 4:4 നിങ്ങൾ നോക്കിയാട്ടെ. 4:4 മുതൽ, അപ്പോസ്തല പ്രവൃത്തി 4:4 മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ ഇതാ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ചില പടികൾ ഞാൻ കാണിച്ചു തരാം. ശുശ്രൂഷകരായി തീരുന്നതിന് മുൻപ് അവർ കടന്നു വരേണ്ടതായ പടികൾ. 4:1 പറയുന്നു അപ്പോസ്തല പ്രവൃത്തി, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി ആദ്യ ഭാഗം. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. വിശ്വസിക്കുന്നവരുടെ പേരാണ് വിശ്വാസികൾ. നമ്പർ 1,
ഒന്ന് സ്തോത്രം മതവിശ്വാസങ്ങളിൽ നിന്ന്, പാരമ്പര്യ വിശ്വാസങ്ങളിൽ നിന്ന്, നാമധേയ വിശ്വാസങ്ങളിൽ നിന്ന് വചനം കേട്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ആരാകുന്നു? നിങ്ങൾ വിശ്വാസികളാകുന്നു. നിങ്ങൾ വിശ്വാസികളാണ്. എല്ലാ വിശ്വാസികളെ കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാ വിശ്വാസികളെ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പം നിങ്ങളാൽ എന്തെല്ലാം അടയാളം നടക്കണം? നിങ്ങളുടെ അടയാളം നടക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. സ്തോത്രം എന്തൊക്കെയാണ്? അവർ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇതാരിലൂടെയാണ് നടക്കേണ്ടത്? പാസ്റ്റേഴ്സിലൂടെയല്ല, വലിയ VIP പ്രീച്ചേഴ്സിലൂടെയല്ല, വിശ്വാസികളിലൂടെയാണ് നടക്കേണ്ടത്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. സ്തോത്രം. അതെ, പാസ്റ്റേഴ്സിലൂടെയോ വലിയ ശുശ്രൂഷകളിലൂടെ മാത്രമല്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത്. യേശു കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, മർക്കോസ് 9:28, മറുരൂപം വിലയുന്ന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. നിങ്ങൾക്കെല്ലാം സാധ്യമെന്ന് ശബ്ദവിരുത്തി പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. സ്തോത്രം. അതുകൊണ്ട് അസാധ്യം എന്ന് പറയുന്ന ടേം ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്താട്ടെ. നിങ്ങൾ ആരാണ്? സ്തോത്രം. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യോബ് പറഞ്ഞു 42:2, യോബ് 42:2, സ്തോത്രം. യോബ് പറയാണ്, കർത്താവേ അങ്ങേക്കെല്ലാം സാധ്യം. സ്തോത്രം. അങ്ങേക്കെല്ലാം സാധ്യം. ദൈവത്തിൻ്റെ എല്ലാം സാധ്യം. നമ്മളിങ്ങനെ പാടാറുണ്ട്, എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യം. അത് യഥാർത്ഥത്തിൽ യോബിൻ്റെ പാട്ടാണ്. സ്തോത്രം. പഴയ നിയമത്തിൻ്റെ പാട്ടാണ്. എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യം, എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യം. എന്നാൽ പുതിയ നിയമത്തിൽ അത് പാടുന്നെങ്കിൽ എങ്ങനെ പാടണമായിരുന്നു? എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യമെന്ന് മാത്രമല്ല പാടുന്നത്, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമെന്ന് പാടണമായിരുന്നു. സ്തോത്രം. അത് തന്നെയാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സ്തോത്രം. ഫിലിപ്പിയർ 4:13. അതുകൊണ്ട് പഴയ നിയമത്തിൽ ദൈവത്തിന് മാത്രം സാധ്യമെന്ന് ഭക്തന്മാർ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ സ്തോത്രം വിശ്വസിക്കുന്നവനാൽ എല്ലാം സാധ്യം. പഴയ നിയമത്തിൽ ഇലക്ട്രിസിറ്റി മാത്രം ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ആ ഇലക്ട്രിസിറ്റിയിൽ കയറി പിടിച്ച എല്ലാവരെയും തൊടുന്ന, ഇലക്ട്രിസിറ്റിയെ തൊട്ടവനെ ആരൊക്കെ തൊട്ടോ അവനെല്ലാവരും ഷോക്ക് അടിക്കുകയാണ്. മനസ്സിലായില്ല? സ്തോത്രം. അതെ, ഇലക്ട്രിസിറ്റിയെ തൊട്ട എല്ലാവരെയും ഷോക്ക് അടിക്കുകയാണ്. ആരും ഈ ആഴ്ച പരീക്ഷിക്കല്ലേ പ്ലീസ്. അടുത്ത ബുധനാഴ്ച നിങ്ങൾ എനിക്ക് ബൈബിൾ സ്റ്റഡിക്ക് കാണാം. ഷോക്ക് അടിച്ച് നിൽക്കുന്നവനെ, സ്തോത്രം, അതേ തൊടുന്നവനെയും ഷോക്ക് അടിക്കുന്നത് പോലെ ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നവന് സകലതും സാധ്യമാകുകയാണ്. ആമേൻ. സ്തോത്രം. സോ നമ്പർ 1, ഒന്നാമത്തെ പടിയെന്ന് പറയുന്നത്, അതെ, ജാതികളായി അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ആരാകുന്നു? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരായിത്തീരുന്നു? നിങ്ങൾ വിശ്വാസികളായിത്തീരുന്നു. നിങ്ങൾ വിശ്വാസികളായിത്തീരുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? ചിലർ പറയും 15, ചിലർ പറയും 25, ചിലർ പറയും 10. സ്തോത്രം. നിങ്ങൾ എന്നേ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകേണ്ട കാലം കഴിഞ്ഞു. ആത്മീയമായി വളരണം. സ്തോത്രം. തളരുന്നതല്ല ആത്മീയ ജീവിതം, വളരുന്നതാണ് ആത്മീയ ജീവിതം. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് എന്ത് ചെയ്യണം? സ്തോത്രം. വളരണം. ശക്തിയോടെ പറഞ്ഞാട്ടെ, വളരണം. സ്തോത്രം. ആത്മാവിൽ വളരണം, ആത്മീയതയിൽ വളരണം. നമ്പർ 1, ഒന്നാമത്തേതാണ് സ്തോത്രം. അത് വിശ്വാസികൾ. 2, 4-ാം അധ്യായത്തിൽ ആ കൂട്ടരുടെ പേര് വിശ്വാസികൾ എന്നായിരുന്നു. വിശ്വാസികൾ. 6:1 വായിച്ചാട്ടെ. 6:1 വായിക്കുമ്പോൾ അവർ വിശ്വാസികൾ എന്നാണോ പരിശുദ്ധാത്മാ പറയുന്നേ? അല്ല. 6:1 വായിക്ക്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, കേട്ടോ, ഡിസൈപ്പിൾസ്, ശിഷ്യന്മാർ പലരും സ്തോത്രം സിൽവർ ജൂബിലി ആയിട്ടും വിശ്വാസികളായി തന്നെ തുടരുകയാണ്. പക്ഷേ ഇവിടെ ഇതാ 6-ാം അധ്യായമായപ്പോഴേക്കും ആരായി? ശിഷ്യന്മാരായി തീർന്നു. 4-ാം അധ്യായത്തിൽ അവർ വിശ്വാസികളായിരുന്നു. 6-ാം അധ്യായത്തിൽ അവരാരായി? അവർ ശിഷ്യന്മാരായി. 2019 നിങ്ങൾ വിശ്വാസികളായി. 2019 നിങ്ങൾ വിശ്വാസികളായെങ്കിൽ 2020 നിങ്ങൾ ആരാകണമായിരുന്നു? നിങ്ങൾ ശിഷ്യന്മാരാകണമായിരുന്നു. നിങ്ങൾ സ്തോത്രം കുറച്ചുകൂടെ വളരണമായിരുന്നു. ഇല്ലെങ്കിലേ, അല്ലെങ്കിൽ ഇല്ല ബ്രദറെ, സ്തോത്രം, കോവിഡ് വന്നത് ഞങ്ങൾ തണുത്തുപോയി എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവകൃപയാൽ പഠിപ്പിക്കട്ടെ. ഒന്നാമത്തെ പടിയെന്ന് പറയുന്നത് വിശ്വാസികളാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരാണ്. ആരാണ് ശിഷ്യൻ? വിശ്വാസികൾ ശിഷ്യന്മാരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇന്ന് അനേക സഭകളിൽ പോയി എത്ര വിശ്വാസികളുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈ ഉയർത്തി. നിങ്ങളെല്ലാം കൈ ഉയർത്തി. ഞാൻ വീണ്ടും രണ്ടാമത് ചോദിക്കട്ടെ, ശിഷ്യന്മാർ എത്ര പേരുണ്ട്? കൈ ഉയർത്തിയാട്ടെ. എത്ര ശിഷ്യന്മാരുണ്ട്? കൈ ഉയർത്തിയാട്ടെ. എത്ര ശിഷ്യന്മാർ? ഇനി എല്ലാവരും കൈ ഉയർത്തുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. കേട്ടെ, ശിഷ്യന്മാരെന്ന് പറയുന്നത് തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്ത്
യേശുവിൻ്റെ പിന്നാലെ പോകുന്നവനാണ് സ്തോത്രം ശിഷ്യന്മാർ. എനിക്ക് എൻ്റേതായ ഒരു പ്രോഗ്രാമേ ഇല്ല, എനിക്ക് എൻ്റേതായ കാര്യമേ ഇല്ല. നേരത്തെ സുഹിത മനോഹരമായി പാടിയതുപോലെ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം ചെയ്യുവാൻ സ്തോത്രം അങ്ങേ പോലെ ആക്കണമേ. എനിക്കൊരു ബോഡി ഉണ്ടെങ്കിൽ ഈ ബോഡി എൻ്റെ ഹിതം ചെയ്യുവാനല്ല, എനിക്കൊരു മൈൻഡ് ഉണ്ടെങ്കിൽ എൻ്റെ പരിപാടി ചിന്തിക്കാനല്ല, എൻ്റെ ബോഡി അങ്ങയെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്, എൻ്റെ മൈൻഡ് കർത്താവിൻ്റെ മൈൻഡാണ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദിനം പ്രതി ത്യജിച്ച് സ്തോത്രം ക്രൂശിനെ എടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകുന്നവനാണ് ആരാണ്? ശിഷ്യൻ. ഒന്നാമത് വിശ്വാസികൾ, രണ്ടാമത് ശിഷ്യൻ. സ്തോത്രം. രണ്ടാമത്തെ സ്റ്റേജാണ് ശിഷ്യന്മാർ. നിങ്ങൾ അനേക വർഷങ്ങളായി സ്തോത്രം അതേ വിശ്വാസികളായി തന്നെത്താൻ ത്യജിക്കാൻ പറ്റിയിട്ടുണ്ടോ? തന്നെത്താൻ ത്യജിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ പഴയ കോപത്തെ, ആ പഴയ ഈർഷ്യയെ, ആ പഴയ കുടുംബ സ്വഭാവത്തെ സ്തോത്രം സഹോദരങ്ങളെ അതിനെ മുഴുവൻ ഉരിഞ്ഞു കളഞ്ഞ് എന്ന് പൗലോസ് പറയുന്നു. അതിന് മുഴുവൻ ത്യജിച്ച് കളഞ്ഞ് നമ്മൾ ആരെ പോലെയായി തീരണം? യേശു കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ആരാകുന്നത്? നമ്മൾ ശിഷ്യന്മാരാകുന്നത്. സ്തോത്രം. വിശ്വാസികൾ, രണ്ട് ശിഷ്യൻ. മൂന്നാമത്തെ സ്റ്റേജാണ് ശുശ്രൂഷകർ. വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. മൂന്നാമത്തെ സ്റ്റേജാണ് ശുശ്രൂഷകർ. യഥാർത്ഥ ഒരു ശിഷ്യന് മാത്രമേ ആരാകാൻ പറ്റത്തുള്ളൂ? ഒരു ശുശ്രൂഷകൻ ആകാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥ ഒരു സ്തോത്രം ശിഷ്യന് മാത്രമേ ആരാകാൻ പറ്റത്തുള്ളൂ? ശുശ്രൂഷകർ. അപ്പോസ്തലപ്രവൃത്തി 20:19 നിങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 20:19 വായിക്കുമ്പോൾ അവിടെ ഇതാ സ്തോത്രം ശുശ്രൂഷകർ എന്ന ഒരു പദം നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെയിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ അടുത്ത വാക്യം കർത്താവിനെ സേവിച്ച്. അതാണ് കർത്താവിനെ സേവിച്ച്, അതാണ് ശുശ്രൂഷ, സേവ. എല്ലാവരും പറഞ്ഞാട്ടെ സേവ. ഉറങ്ങിയിരുന്ന എല്ലാവരും കണ്ണുറന്നു. ഓഹോ, ഇവിടെ എന്ത് സേവ തുടങ്ങിയോ? സ്തോത്രം. സേവ അതൊരു തെലുങ്ക് പദം. തെലുങ്കിൽ ചെല്ലുമ്പോൾ ശുശ്രൂഷ എന്നതിൻ്റെ പദമാണ് സേവ. സ്തോത്രം. അതെ, നിങ്ങൾ ഹൈദരാബാദോ വിജയവാഡയോ അല്ലെങ്കിൽ നെല്ലൂരോ ഗുണ്ടൂരോ ഒക്കെ പോയി സേവ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശുശ്രൂഷ എന്നാണ്. കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പൗലോസ് തന്നെ സ്തോത്രം അതെ തൻ്റെ അനുഭവം പറയുകയാണ്. ഞാനിപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ ആരായി? ഞാനിപ്പോൾ സേവ ചെയ്യുന്നവനായി എന്ന് പറഞ്ഞാൽ ഞാൻ ശുശ്രൂഷകനായി. പൗലോസ് ആരായിരുന്നു? 9-ാം അധ്യായത്തിൽ അനനിയാസ് വന്ന് സ്നാനപ്പെടുത്തുമ്പോൾ അവന് ശിഷ്യനായി, അവനൊരു വിശ്വാസിയായി. അനനിയാസ് വന്ന് സ്നാനപ്പെടുത്തുമ്പോൾ പൗലോസ് ഒരു സ്തോത്രം വിശ്വാസിയായി. നാളുകൾ കഴിയുന്തോറും അവൻ ശൗലോ മേൽക്കുമേൽ ബലപ്പെട്ടു എന്ന് വേദപുസ്തകം പറയുന്നു. പഴയ നിയമത്തിലെ രാജാവാകുന്ന ശൗലല്ല, പുതിയ നിയമത്തിൽ അപ്പോസ്തലനാകുന്ന ശൗൽ. ശൗലോ മേൽക്കുമേൽ സ്തോത്ര ബലപ്പെട്ടു, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. എന്ന് വിശ്വാസിയായിരുന്നു ശൗല് അല്ല. സ്തോത്രം. പൗലൂസ് എന്ന ശൗല് നാൾക്ക് നാൾ അവൻ വളർന്നുകൊണ്ടിരുന്നു. നാൾക്ക് നാൾ എന്ത് ചെയ്യണം? സ്തോത്രം താൻ വളർന്നുകൊണ്ടിരുന്നു. അനുദിനം നിങ്ങൾ തളരല്ല. നിങ്ങൾ വളരാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ പിന്മാറ്റത്തിലാണ്. നിങ്ങൾ ആത്മീയത്തിൽ അനുദിനം വളരുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്മാറ്റത്തിലാണ്. സ്തോത്രം. നിങ്ങൾക്ക് പാട്ടുകൾ അറിയാമായിരിക്കാം, നിങ്ങൾ പാടുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം, എക്സെട്ര എക്സെട്ര. എവിടെ കൈയടിക്കണമെന്ന് നമുക്കറിയാം, എവിടെ കൈയടി നിർത്തണമെന്ന് നമുക്കറിയാം, എവിടെ കൈ ഉയർത്തണമെന്ന് നമുക്കറിയാം. നമുക്ക് ചർച്ചിൻ്റെ ആക്ടിവിറ്റീസ് പലതും നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ചർച്ചിയൻസ് ആണ്, പക്ഷെ പലപ്പോഴും നമ്മൾ ക്രിസ്ത്യൻസ് അല്ല. ഞെട്ടി ഒരിക്കലും ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും ചർച്ചിയൻസ് ആണ്, നമുക്ക് പലപ്പോഴും ക്രിസ്ത്യൻസ് അല്ല. ചർച്ചിയൻസ് മീൻസ് ചർച്ചിൻ്റെ ആക്ടിവിറ്റി നമുക്കറിയാം. എവിടെ കൈയടിക്കണം, എവിടെ കൈയടി നിർത്തണം, എവിടെ പാട്ട് തുടങ്ങണം. സ്തോത്രം. ആ പാട്ടിന് കൈ ഉയർത്തണോ, ആ പാട്ടിന് കൈയടിക്കണമോ എന്ന് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ചർച്ചിയൻസ് ആണ്. ചർച്ചിയൻസ് വളരുന്നില്ല, ചർച്ചിലിരിക്കുന്നവർ വളരുന്നില്ല. അവർ ചർച്ചുമായി മാത്രമാണ് കണക്ട്. പക്ഷെ ക്രിസ്ത്യൻസ് ആണ് വളരുന്നത്. ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവൻ്റെ കണക്ഷൻ ചർച്ചിലല്ല, അവർക്ക് കർത്താവിലാണ് കണക്ഷൻ. കർത്താവായി യേശു ക്രിസ്തുവിൽ കണക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ വളർച്ചയുള്ളൂ. അല്ലാതെ പാസ്റ്റർ കണക്ട് ചെയ്യുന്നവൻ വളരുന്നില്ല. സ്തോത്രം. പാസ്റ്ററിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്, വർഷിപ്പ് ലീഡറിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ഫിസിക്കൽ ഗ്യാതറിങ്ങിൽ ആശ്രയിച്ചവരെല്ലാവരും പട്ടുപോയി. കൂടിവരവുകളെല്ലാം ആശ്രയിച്ചവർ കൂടിവരവ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പെട്ടുപോയി. ഇനി നാളെ ഗവൺമെൻറ് പറയുകയാണ് നിങ്ങൾ ക്രിസ്തീയ പള്ളികളൊന്നും കൂടാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ചർച്ചിൻ്റെ ഭാവി എന്തായിരിക്കും?
സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഫിസിക്കൽ റിലത്തിലോ വിസിബിൾ റിലത്തിലോ കാണുന്ന മേഖലയിൽ കാണുന്ന മണ്ഡലത്തിൽ ആശ്രയിക്കുന്ന ഒന്നല്ല. നമ്മൾ ചർച്ചിയൻസ് ആകല്ല, പകരം നമ്മൾ ക്രിസ്ത്യൻസ് ആകണം. ക്രിസ്തുവിൽ നാം കണക്ട് ചെയ്യണം. ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ക്രിസ്തുവിൽ കണക്ട് ചെയ്യുമ്പോൾ, ചിലർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ചിലരെ കാണണം, ചിലർക്ക് ആത്മീയ ഉണർവ് പ്രാപിക്കണമെങ്കിൽ ചിലർ കൂടെ വന്നിരിക്കണം. ചിലർ പറയും സ്തോത്രം, അത് എല്ലാം മാറ്റിവെച്ച് ഇങ്ങ് വന്നേരെ, ഞങ്ങൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഞങ്ങൾ തന്നെ തന്നോളാം, ഞങ്ങൾ തന്നെ സ്തോത്രം. ഇറ്റാലിയൻ ഭാഷയിൽ പറഞ്ഞാൽ മാഞ്ച മാഞ്ച, തിന്ന് തിന്ന് എന്ന് പറഞ്ഞ്, മാഞ്ച മാഞ്ച, തിന്ന് തിന്ന് എന്ന് പറഞ്ഞ് സ്തോത്രം. അതെ, തീറ്റിപ്പിച്ച് കഴിപ്പിച്ച് കൊന്നുകളയുന്ന ജനം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് പട്ടിണി കിടന്നിട്ടല്ല, ഓവർ ഈറ്റിംഗ് ആണ്. ഓവർ ഈറ്റിംഗ്. അതുകൊണ്ടാണ് പല പാസ്റ്റർമാർക്ക് ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്ക്. നിങ്ങൾ പാസ്റ്റേഴ്സിലല്ല കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങ് വാ, 2 മണിക്കൂർ നമുക്കൊന്ന് സ്തോത്രം അതെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. നോ, നിങ്ങൾ പാസ്റ്ററിലല്ല നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ കർത്താവിനാണ് കണക്ട് ചെയ്യേണ്ടത്. ക്രിസ്തുവിൽ കണക്ട് ചെയ്താലേ നിങ്ങൾക്ക് വളർച്ചയുള്ളൂ. നിങ്ങൾ പാസ്റ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ 125 വർഷം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചാൽ നിങ്ങൾ വിശ്വാസികളായിരിക്കും. പക്ഷേ സ്തോത്രം, നിങ്ങൾ കർത്താവിൽ കണക്ട് ചെയ്യുന്നെങ്കിൽ, 2019 ഡിസംബർ 9 ഞാൻ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ കണക്ട് ചെയ്യുന്നെങ്കിൽ ചില ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വിശ്വാസിയായിരിക്കത്തില്ല, നിങ്ങൾ ശിഷ്യനായിരിക്കും. ചില നാളുകൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ശുശ്രൂഷകരായിരിക്കും. നിങ്ങൾ ആത്മാവിൽ ദൈവകൃപയാൽ വളരും. സഹോദരങ്ങളെ, ദൈവകൃപയാൽ നമ്മൾ വളരുന്നില്ലെങ്കിൽ, ഞാൻ വളരുന്നില്ലെങ്കിൽ, ഈ പറയുന്ന ഞാൻ വളരുന്നില്ലെങ്കിൽ, സ്തോത്രം, ഞാൻ പിന്മാറ്റത്തിലാണ്. എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല. അത് മനസ്സിലാക്കണമേ. മൂന്നാമത്തെ മണ്ഡലമാണ് സേവ അഥവാ ശുശ്രൂഷ. എന്നാൽ ആർക്കാണ് കർത്താവിൻ്റെ സേവ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്നത്? ഒരു ശിഷ്യന് മാത്രമേ. ശിഷ്യനാണ് ഗുരുവിൻ്റെ സ്വഭാവമുള്ളത്, ശിഷ്യനുമാണ് കർത്താവിൻ്റെ സ്വഭാവമുള്ളത്. ഒരു വിശ്വാസിക്ക് ചിലപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം കാണത്തില്ല. വിശ്വാസിക്ക് ചിലപ്പോൾ പാസ്റ്റർ സ്വഭാവമായിരിക്കും ഉള്ളത്. പാസ്റ്റർ അങ്ങനെയാണല്ലോ. വിശ്വാസി പാസ്റ്ററിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്, പക്ഷെ ശിഷ്യൻ കർത്താവിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്. ഈ ടേപ്പ് കേട്ട എനിക്കൊന്ന് വിലപ്പെടണം കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസി സ്തോത്രം അതേ സഹവിശ്വാസികളിൽ നിന്ന്, പാസ്റ്ററിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. പാസ്റ്റർ മീശ എടുത്താൽ വിശ്വാസി മീശ എടുക്കും, പാസ്റ്റർ കാല് വിറപ്പിച്ചാൽ വിശ്വാസിയും കാല് വിറപ്പിക്കും, പാസ്റ്റർ ഇടയ്ക്ക് ഓ ഗ്ലോറി എന്ന് പറഞ്ഞാൽ സ്തോത്രം വിശ്വാസിയും അതേ അവിടെ പറയേണ്ട കാര്യമില്ലെങ്കിലും പറയും ഓ ഗ്ലോറി എന്ന് പറയും. കാരണം എൻ്റെ പാസ്റ്ററെ സ്തോത്രം കാർബൺ കോപ്പിയായിട്ടാണ് ഞാൻ വിശ്വാസം നിൽക്കുന്നത്. പക്ഷെ ഒരു ശിഷ്യൻ ഒരിക്കലും പാസ്റ്ററെ പോലെയല്ല, തൻ്റെ സംഘടനയെ പോലെ. കാരണം വിശ്വാസി റെപ്രസെന്റ് ചെയ്യുന്നത് പാസ്റ്ററെ ആയിരിക്കും, വിശ്വാസി റെപ്രസെന്റ് ചെയ്യുന്നത് സംഘടനയായിരിക്കും. പക്ഷെ ശിഷ്യൻ റെപ്രസെന്റ് ചെയ്യുന്നത് സംഘടനയല്ല, ശിഷ്യൻ റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവരാജ്യമായിരിക്കും. ശിഷ്യൻ റെപ്രസെന്റ് ചെയ്യുന്നത് സ്തോത്രം രാജാതി രാജാവിനെയുമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾ ചർച്ചിയൻസ് ആകല്, നിങ്ങൾ ക്രിസ്ത്യൻസ് ആകണം. യഥാർത്ഥ ഒരു ശിഷ്യന് അവൻ്റെ കുടുംബ സ്വഭാവവും ജാതി സ്വഭാവവും വർഗ സ്വഭാവവും വർണ്ണ സ്വഭാവം ഒന്നും ആയിരിക്കത്തില്ല. യഥാർത്ഥ ഒരു ശിഷ്യൻ്റെ സ്വഭാവം ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവം തന്നെയായിരിക്കും. ആ ശിഷ്യന് മാത്രമേ അടുത്ത മേഖലയിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. സേവ. കർത്താവിനെ സേവിച്ച് വന്നു. അപ്പോസ്തല പ്രവൃത്തി 20:20 കർത്താവിനെ സേവിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവൻ ശുശ്രൂഷകനായി. അപ്പോൾ സഭയിൽ 3 കൂട്ടരാണ് ഏറ്റവും കുറഞ്ഞത് സ്നാനത്തിന് ശേഷമുള്ളത്. വിശ്വാസികൾ. സ്നാനപ്പെടാത്തവർ നമ്മുടെ ചർച്ചയിൽ വരും. സ്തോത്രം, നോ പ്രോബ്ലം, മോസ്റ്റ് വെൽക്കം. ഇന്നത്തെ അവരെ നമുക്ക് പുരുഷാരം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സീക്കർ, സത്യാന്വേഷികൾ എന്ന് പറയാം. സ്തോത്രം, സത്യാന്വേഷികളായി വരുന്നവർ, ഇത് സത്യമാണോ എന്നറിയുന്നവർ. സ്തോത്രം, അതെ, ആരാണ് രക്ഷകൻ എന്നറിയുന്നവർ, സത്യത്തെ അന്വേഷിച്ച് വരുന്നവർ. സ്തോത്രം, പുരുഷാരം, എന്തെങ്കിലും കിട്ടണമെന്ന് വരുന്നവർ. എനിക്ക് രോഗശാന്തി വേണം, എനിക്ക് വിസ വേണം, എനിക്ക് നന്മ വേണം, എനിക്ക് അനുഗ്രഹം വേണം, താ 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 എന്ന് പറഞ്ഞ് ആരാധിക്കുമ്പോൾ വിടുതൽ എനിക്ക് കിട്ടും, ആരാധിക്കുമ്പോൾ സൗഖ്യം എനിക്ക് കിട്ടും, എന്തെങ്കിലും കിട്ടും, വിടുതൽ കിട്ടും, സൗഖ്യം കിട്ടും, വിടുതൽ കിട്ടും, സൗഖ്യം കിട്ടും എന്ന് പറയുന്നവൻ വിശ്വാസിയല്ല, ശിഷ്യനല്ലേ അല്ല, ദൈവദാസൻ ഒരിക്കലുമല്ല. ആരാധിക്കുമ്പോൾ വിടുതൽ എന്തെങ്കിലും കിട്ടും എന്ന് പറയുന്നവൻ പുരുഷാരമാണേ പുരുഷാരം എന്നെൻ്റെ ബൈബിൾ പറയുന്നു. പുരുഷാരമാണ്. അപ്പം തിന്നാം അത്ഭുതം കാണാം, അപ്പം തിന്നാം അത്ഭുതം കാണാം എന്ന് പറഞ്ഞ് നടന്നവൻ്റെ പേര് പുരുഷാരമാണ്. എന്ത് കിട്ടുമെന്ന് പറയുന്നത് നടക്കുന്നവൻ പുരുഷാരമാണ്. എന്നാൽ പുരുഷാരത്തെ ചേർപ്പാനല്ല യേശു വരുന്നത്, സഭയെ ചേർപ്പാനാണ് കർത്താവ് കടന്നു വരുന്നത്. ഹല്ലേലൂയ.
സഭ കുത്തുവിട്ട പുസ്തകമല്ല, സഭ കെട്ടിയടച്ച തോട്ടമാണ്. ആ സഭയിൽ രക്ഷിക്കപ്പെട്ട് ആരായിത്തീരുന്നു? സ്തോത്ര വിശ്വാസിയായിത്തീരുന്നു. നാൾ കഴിയുമ്പോൾ ആത്മാവ് വളരുമ്പോൾ ആരായിത്തീരുന്നു? അവൻ ശിഷ്യനായിത്തീരുന്നു. വീണ്ടും ആ ശിഷ്യത്വത്തിൻ്റെ മെച്യൂരിറ്റി പ്രാപിക്കുമ്പോൾ അവൻ ആരായിത്തീരുന്നു? അവൻ ശുശ്രൂഷകൻ ആയിത്തീരുന്നു. സ്തോത്രം, ശുശ്രൂഷകനായിത്തീരുന്നു. ആ ശുശ്രൂഷയാകുമ്പോഴാണ് അവിശ്വസ്തരാണോ വിശ്വസ്തരാണോ എന്നറിയുന്നത്. ആ ശുശ്രൂഷ വരുമ്പോഴാണ് അവിശ്വസ്തരാണോ വിശ്വസ്തരാണോ എന്നറിയുന്നത്. ശുശ്രൂഷ ഇല്ലെങ്കിൽ അറിയത്തില്ല. സ്തോത്രം, കുറച്ച് പൈസ കയ്യിൽ കൊടുക്കുമ്പോഴാണ് അറിയുന്നത് അവൻ കള്ളനാണോ ഇല്ല, സ്തോത്രം അവൻ നല്ലവനാണ്. പ്ലാറ്റ്ഫോം കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. സ്തോത്രം, പ്ലാറ്റ്ഫോമിൽ നിർത്തുമ്പോഴാണ് അറിയുന്നത് അവൻ്റെ തനി സ്വഭാവം എന്താണ്. സോ എക്സെട്ര. ഇവിടെ ഇതാ സ്തോത്രം ശുശ്രൂഷകനുമല്ല, അവൻ ആരാണ്? അവൻ വിശ്വസ്ത ശുശ്രൂഷകനാണ്. ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. അപ്പോൾ 4ാമത്തെ സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം, വിശ്വാസി, ശിഷ്യൻ, പിന്നെ ശുശ്രൂഷകൻ, വിശ്വാസ ശുശ്രൂഷകൻ. നിങ്ങൾ എല്ലാവരെയും നോക്കി ഒരു മൈക്രോ മില്ലിമീറ്റർ പോലും താഴെ പോകല്. നിങ്ങൾ ആരായിരിക്കണം? സാധാരണ ശുശ്രൂഷകരല്ല. ഒത്തിരി പേർ ശുശ്രൂഷിക്കുന്നു, ഒത്തിരി പേർ ഫേസ്ബുക്കിൽ പ്രസംഗിക്കുന്നു, ഒത്തിരി പേർ യൂട്യൂബിൽ വചനം പറയുന്നു. എല്ലാവരുടെയും മാനിക്കട്ടെ, എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ളവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. വെൽക്കം. നല്ല കാര്യം സഹോദരന്മാരെ. വീണ്ടും വചനം പറയണം. വീണ്ടും നിങ്ങൾ എല്ലാവരും 24 മണിക്കൂർ ലൈവാണെങ്കിൽ ഏറ്റവും നല്ലത്. നോ പ്രോബ്ലം. ദൈവനാമം സ്തോത്രം മഹത്വം എടുക്കട്ടെ. ഇൻ്റർനെറ്റ് മുഴുവൻ വചനം കൊണ്ട് നിറയ്ക്കട്ടെ. പക്ഷെ നമ്മൾ സാധാരണ ശുശ്രൂഷകരാകല്ല. നമ്മൾ ആരായിരിക്കണം? നമ്മൾ വിശ്വസ്ത ശുശ്രൂഷകരാകണം. ഹല്ലേലൂയ. നമ്മൾ വിശ്വസ്ത ശുശ്രൂഷകരായിരിക്കണം. വിശ്വസ്ത ശുശ്രൂഷകർ. ചിലപ്പോൾ മനുഷ്യൻ്റെ കണ്ണിൽ നമ്മൾ ചെറുതായിരിക്കാം, നോ പ്രോബ്ലം. പക്ഷെ ദൈവം നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു? ദൈവത്തിനെ നമുക്കൊരിക്കലും കളിപ്പിക്കാൻ പറ്റത്തില്ല. മനുഷ്യനെ നമുക്ക് കളിപ്പിക്കാം. എനിക്ക് നിങ്ങളെ കളിപ്പിക്കാം. സ്തോത്രം, ഫുൾ സിൽവർ ഷർട്ടൊക്കെ ഇട്ട് എനിക്ക് നിങ്ങളെ കളിപ്പിക്കാം. പക്ഷേ ആരെ കളിപ്പിക്കാൻ പറ്റില്ല? അഗ്നി ജ്വാലക്കത്ത കണ്ണോട് കൂടിയവനായ തമ്പുരാനെ കളിപ്പിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. വിശ്വസ്ത ശുശ്രൂഷകർ. സ്തോത്രം. സോ തിഹിക്കോസ് അവന് വിശ്വസ്ത ശുശ്രൂഷകനായ ഒരു ദൈവദാസനായിരുന്നു. അവൻ എന്തിനു വേണ്ടിയാണ് സ്തോത്രം പൗലോസ് അവനെ അയച്ചത്? സ്തോത്രം, നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിവാനും. എഫെസ്യർ 6:22. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിവാനും. സോ പൗലോസ് പറയുകയാണ്, ഞാനും എൻ്റെ ടീമും, തൻ്റെ കൂടെ ചില സഹോദരന്മാരുണ്ടായിരുന്നു, ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നെന്ന് നിങ്ങൾ അറിയണം. ഞങ്ങളുടെ വസ്തുത അറിയണം. ഞങ്ങളുടെ ജീവിതം നിങ്ങൾ അറിയണം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങൾ അറിയണം. പെട്ടെന്ന് പറഞ്ഞേ, നിങ്ങൾ അറിയണം. സ്തോത്രം, നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. സ്തോത്രം. ആരും അറിയല്ല, എൻ്റെ കാര്യങ്ങളൊന്നും ആരും അറിയല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഒസാമ ബിൻ ലാദൻ്റെ കൊച്ചുമോനായിരിക്കും. എൻ്റെ കാര്യം ആരും അറിയല്ല, എൻ്റെ പാസ്റ്റർ കാര്യം ആരും അറിയാം എന്ന് സ്തോത്രം മറവിടത്തിനും ഒളിവിടത്തിനും ഇരിക്കുന്നവൻ്റെ പേര് തീവ്രവാദി എന്നാണ്. അറിയരുത്. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ ലൈഫിലല്ലോ എന്നെ ആരും അറിയല്ലേ. ചില ആൾക്കാർ ചർച്ചിൽ വരുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പോഴല്ല, നേരത്തെ ഫിസിക്കൽ ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. എവിടെ നിന്ന് വരുന്നതേ അറിയത്തില്ല, എങ്ങോട്ട് പോകുന്നെന്നും അറിയത്തില്ല, എവിടെ നിന്ന് വരുന്നതെന്നും അറിയത്തില്ല. ഒറ്റയ്ക്ക് വരും, ഒറ്റയ്ക്ക് പോകും. ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് പോകുന്ന കൂട്ടുകാരില്ല, കൂട്ടായ്മയില്ല, ആരുമായിട്ട് കണക്ട് ചെയ്യത്തില്ല. സ്തോത്രം. ആർക്കും അഡ്രസ്സ് കൊടുക്കത്തില്ല. ഇനി ഫോൺ നമ്പർ കൊടുത്താൽ തന്നെ എല്ലാ 15 ദിവസവും ആ ഫോൺ നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സൂക്ഷിക്കുക, വല്ലാതെ സൂക്ഷിക്കുക. കൂടെ ഫോൺ നമ്പർ മാറ്റുന്നവരെ സൂക്ഷിക്കുക. ഓ പോയി. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ മറവിടത്തിൽ ഒളിഞ്ഞിരിക്കുന്നതല്ല സ്തോത്രം ശുശ്രൂഷ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സ്തോത്രം. ഞങ്ങളുടെ വസ്തുത എന്തെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിവാനും. അതിനുവേണ്ടിയാ തീക്കോസിനെ അയച്ചിരിക്കുന്നത്. തീക്കോസെ, നീ പോയി ആരോടും പറയല്ലേ എന്നല്ല പൗലോസ് പറഞ്ഞത്. തീക്കോസെ, വല്ല വിധേന ഒന്ന് പോയി പറയടാ, സഭ കേൾക്കട്ടെ ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. ജസ്റ്റ് കോൺട്രഡിക്ഷൻ അല്ലേ? അയ്യോ, ഞാൻ എങ്ങനെ ഇരിക്കുന്നെന്ന് തീക്കോസെ പറയല്ലടാ എന്നല്ല പൗലോസ് പറയുന്നത്. നീ പോയി പറയണം. അർത്ഥം, എൻ്റെ ലേഖനമല്ല ഏറ്റവും ശബ്ദമുള്ളത്. പൗലോസ് പറയുന്നു, എൻ്റെ ലേഖനമല്ല ഏറ്റവും ശബ്ദമുള്ളത്, എൻ്റെ ലേഖനം അല്ല ഏറ്റവും വലിയ ശബ്ദം, എൻ്റെ പ്രസംഗമല്ല ശബ്ദം, എൻ്റെ ജീവിതമാണ് ഏറ്റവും വലിയ ശബ്ദം. My life is louder than my ministry. എൻ്റെ ശുശ്രൂഷ അല്ല ഏറ്റവും ശക്തിയുള്ളത്, ശബ്ദമുള്ളത്. എൻ്റെ ജീവിതം എൻ്റെ ശുശ്രൂഷയേക്കാൾ ശബ്ദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് എഴുതിയെടുക്കുക. അപ്പൊ നമ്മുടെ ജീവിതം സ്തോത്രം ശുശ്രൂഷയേക്കാൾ അതേ ശബ്ദിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. ശുശ്രൂഷിക്കുന്ന ഏതവനും ശുശ്രൂഷിക്കാം. വേണമെങ്കിൽ കർത്താവിന് ഒരു ദൂതനെ ഇറക്കി ശുശ്രൂഷിക്കാം. അഫ്കോഴ്സ് ദൂതൻ ഇറങ്ങി നിന്ന് പ്രസംഗിക്കാൻ കഴിയത്തില്ല. രക്ഷയെക്കുറിച്ച് ദൂതന് പറയാൻ കഴിയത്തില്ല.
അതുകൊണ്ടാണ് നമ്മൾ പഴയൊരു പാട്ടുണ്ട്, ആ പാട്ട് പാടുന്നത് സ്തോത്രം, അതേ, ദൂതർക്കും കൂടെ അവകാശം ഇല്ലാത്തത്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. വല്ല മനസ്സിലായോ? ദൂതന്മാർക്ക് സ്തോത്രം ഈ രക്ഷ പറവാൻ സ്തോത്രം ഭാഗ്യം ലഭിച്ചിട്ടില്ല. കാരണം ദൂതൻ രക്ഷിക്കപ്പെട്ടില്ല. ദൂതൻ ശിക്ഷിക്കപ്പെടാത്ത ദൂതനാണ് അതേ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൂതൻ അറിയത്തില്ല എന്താ രക്ഷയെന്ന്. അറിയാത്തത് പ്രസംഗിക്കല്ല്, അനുഭവിക്കാത്തത് പ്രസംഗിക്കല്ല്, ജീവിതത്തിൽ ഇല്ലാത്തത് പ്രസംഗിക്കല്ല്, ജീവിതത്തിലുള്ളതേ പ്രസംഗിക്കാവൂ. സോ ജീവിതമാണ് ശുശ്രൂഷയ്ക്കാൾ ഏറ്റവും ശബ്ദമുഖരിതം ആയിരിക്കുന്നത്. സാധു സുന്ദർ സിംഗിനെ നമ്മൾ മാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗമായിരിക്കത്തില്ല, അതിൻ്റെ ജീവിതമായിരിക്കും. സോ എക്സെട്ര ലോകത്തിലുള്ളതായ എല്ലാ ദൈവദാസന്മാരുടെ ജീവിതമല്ല വലുത്, അവരുടെ ശുശ്രൂഷയല്ല വലുത്, അവരുടെ ജീവിതമാണ് ഏറ്റവും വലുത്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് സ്തോത്രം C.H. സ്പെർജനെ കുറിച്ച് വായിക്കുകയായിരുന്നു. ചാൾസ് സ്പെർജൻ ഇപ്രകാരം പറയുകയാണ്, ഞാൻ 100ാമത്തെ പ്രാവശ്യം ബൈബിൾ വായിച്ചപ്പോൾ, ഞാൻ 100ാമത്തെ പ്രാവശ്യം ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയതിനേക്കാൾ അത് മനോഹരമായി എനിക്ക് തോന്നി. പ്രിൻസ് ഓഫ് പ്രീച്ചർ എന്ന് പേരുള്ളതായ ചാൾസ് സ്പെർജൻ പറയുകയാണ്, ഞാൻ 100ാമത്തെ പ്രാവശ്യം ബൈബിൾ വായിച്ചപ്പോൾ പ്രിൻസ് ഓഫ് പ്രീച്ചർ ആകുന്ന C.H. സ്പെർജൻ 100 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഷേം. ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല ബ്രദറെ, ഞങ്ങൾ ഇപ്പം ഡിസംബറിലാണ് വന്നിരിക്കുന്നത്. ചവിട്ടി തേച്ച് 31-ാം തീയതി വരെ കുളിച്ചിട്ട് 1-ാം തീയതി ഒരു കിൻഡൽ കണക്കിന് ഞങ്ങൾ സ്തോത്രം തീരുമാനം എടുക്കണം. കർത്താവേ, ഞാൻ ബൈബിൾ വായിച്ച് നിന്നെ അങ്ങ് രോമാഞ്ചം കൊള്ളിപ്പിക്കും. ഞാൻ പറയട്ടെ, ഒരാഴ്ച പോലും നിൽക്കത്തില്ല. കാരണം അങ്ങനെയൊക്കെ നമ്മളെടുത്ത തീരുമാനങ്ങളനുസരിച്ച്, എടുത്ത തീരുമാനം അനുസരിച്ച് ചൈനയിലെ വൻമതിൽ എന്ന് പൊട്ടി തകർന്നു പോകേണ്ടതായിരുന്നു. ഒരു പാപം കൂടെ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. എത്ര പേരും രാത്രി തീരുമാനിക്കും ഒറ്റ ദിവസം കൊണ്ട് ബൈബിൾ? ഹല്ലേലൂയ. സോ തീരുമാനിക്കുന്നതല്ല വലുത്, ആ തീരുമാനം നിറവേറ്റുന്നതാണ് വലുത്. C.H. സ്പെർജൻ 100ാമത്തെ പ്രാവശ്യം ബൈബിൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സ്തോത്രം, അപ്പോൾ ഓരോ പ്രാവശ്യം താൻ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പറയുകയാണ്, 99 പ്രാവശ്യം സ്തോത്രം വായിച്ചതുപോലെയല്ല 100ാമത്തെ പ്രാവശ്യം ഞാൻ വായിച്ചപ്പോൾ, ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഞാൻ കണ്ടതിനേക്കാൾ മനോഹരമായ കാര്യങ്ങൾ, ആദ്യം ഞാൻ വായിച്ചപ്പോൾ കണ്ടതിനേക്കാൾ മനോഹരമായ കാര്യങ്ങൾ 100ാമത്തെ പ്രാവശ്യം വായിച്ചപ്പോൾ സ്തോത്രം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ C.H. ചാൾസ് സ്പെർജന്റെ പ്രസംഗമാണോ വലുത്, അദ്ദേഹത്തിൻ്റെ ജീവിതമാണോ വലുത്? ആ പ്രസംഗത്തെക്കാൾ തൻ്റെ ജീവിതം ബലപ്പെട്ടിരുന്നത് കൊണ്ടാണ്, തൻ്റെ ജീവിതം ബലപ്പെട്ടിരുന്നത് കൊണ്ടാണ് താൻ സ്തോത്രം പ്രിൻസ് ഓഫ് പ്രീച്ചറായി ദൈവകൃപയാൽ സ്തോത്രം പ്രഭുക്കന്മാരുടെ പ്രഭുവായി നിന്നത്. തിരുവനന്തപുരം പട്ടം ഏത് ഹൈറ്റ്സിന്റെ അടിസ്ഥാനം ഈ ചുവരുകളെക്കാൾ ബലപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ കെട്ടിടം, ഈ കോംപ്ലക്സ് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. ഒരിക്കൽ കൂടെ, ഇതിന്റെ അടിസ്ഥാനം ഈ ചുവരുകളെക്കാൾ ബലപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ കോംപ്ലക്സ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അർത്ഥം. നിങ്ങൾ ദൈവകൃപയാൽ നിൽക്കണമെങ്കിൽ വിശ്വാസികളും പാസ്റ്റർമാരും കാണുന്ന നിങ്ങളുടെ ചുവരുകളും ജനലുകളും അല്ല വെളിപ്പെടേണ്ടത്, നിങ്ങളും കർത്താവും മാത്രമുള്ളതായ നിങ്ങളുടെ അടിസ്ഥാനമായിരിക്കണം ഏറ്റവും കൂടുതൽ ബലപ്പെട്ടിരിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം, എൻ്റെ ജീവിതം നമ്മുടെ ശുശ്രൂഷകളെക്കാൾ സ്തോത്രം ലൗഡറായിരിക്കണം, സ്തോത്രം ബലമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിവാൻ, അതാണ് ജീസസ് സ്റ്റൈൽ, യേശു കർത്താവിൻ്റെ സ്റ്റൈൽ അതാണ്. സ്തോത്രം. അതെ, അവന് മറയ്ക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വാക്യം വായിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോകാം. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 4-ാം വാക്യം. യോഹന്നാൻ 13:4. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു. പബ്ലിക് മിനിസ്ട്രി കഴിഞ്ഞു. ശിഷ്യന്മാരെയെല്ലാം സെഖിയോൻ മാളിക മുറിയിലേക്ക് ഇതാ സ്തോത്രം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. 12 ശിഷ്യന്മാർ തൻ്റെ ചുറ്റുമുണ്ട്. യോഹന്നാൻ 13:4 പറയുന്നു, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി തുടർന്ന് ശിഷ്യന്മാരുടെ പാദം കഴുകാൻ തുടങ്ങി. കേൾക്കണം, ശിഷ്യന്മാരുടെ മുൻപിൽ വസ്ത്രം ഊരിവെച്ച്, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് അരയിൽ ചുറ്റി. ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് വസ്ത്രം ഊരിവെച്ച് അരയിൽ തോർത്ത് ചുറ്റി സാക്ഷാൽ ദൈവപുത്രനായ യേശു. തുടർന്ന് ശിഷ്യന്മാരുടെ പാദം കഴുകി.
അപ്പോൾ വസ്ത്രം ഉരിവച്ച അരികിൽ തോർത്ത് മാത്രം ചുറ്റി കർത്താവ് ശിഷ്യന്മാരുടെ പാദം സ്തോത്രം കഴുകി എന്ന് പറഞ്ഞാൽ യേശുവിനെ മറയ്ക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. യേശുവിനെ മറയ്ക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ജീവിക്കുന്നെങ്കിൽ അതുപോലെ ജീവിക്കണം. പെട്ടെന്ന് പറഞ്ഞേ, ജീവിക്കുന്നെങ്കിൽ അതുപോലെ ജീവിക്കണം. നമ്മുടെ കയ്യിലൊരു സൂത്രമുണ്ട്. ഇത് ആദ്യം മേടിക്കുമ്പോൾ തന്നെ കടയിൽ വച്ച് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയേക്കാൾ ഏറ്റവും വലിയ പൂട്ട് ഇതിനങ്ങ് ഇടും. ഇനി കായംകുളം കൊച്ചുണ്ണിയല്ല, അയാളെ രക്ഷിക്കപ്പെട്ട ചർച്ചിൽ വന്നാൽ ഇത് തുറക്കല്ലെന്ന് പറഞ്ഞ് പൂട്ടിട്ടിട്ടാ അതിനർത്ഥം സ്തോത്രം. ഇതിന് പൂട്ടിടുന്നവർ മനസ്സിലാക്കണോ, നിനക്കെന്തോ മറയ്ക്കാനുണ്ട്. അടുത്ത ആഴ്ച വരുമോ നിങ്ങൾ? നിനക്കെന്തോ നിന്റെ ഫോണിൽ അപ്പൊ യേശുവിനൊരു ഫോൺ ഉണ്ടെങ്കിൽ കർത്താവിന് പാസ്വേഡില്ല. കർത്താവിന് പാസ്വേഡില്ല. ഒരു ചർച്ച ഞാൻ പോയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് ഒരു 1.5 വർഷമായി, ഞാൻ പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും ഫോണ് ഇവിടുത്തെ ശുശ്രൂഷകൻ്റെ കയ്യിൽ ഒരാഴ്ച കൊടുത്തിട്ട് പോകണം. ഉറങ്ങിയിരുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ഞെട്ടി എഴുന്നേറ്റു. നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ പാസ്റ്റർ കയ്യിൽ, വീട്ടുകാർക്ക് കൊടുക്കത്തില്ലല്ലോ, പിന്നെയല്ലേ പാസ്റ്റർ കൊടുക്കുന്നത്. നമ്മുടെ ഫോൺ കാണുന്നില്ലെങ്കിൽ നമ്മൾ വീട് മുഴുവൻ വിളിച്ച് നടക്കും. ആരെയല്ലേ എൻ്റെ ഫോൺ കണ്ടോ, ആരെയല്ലേ എൻ്റെ ഫോൺ കണ്ടോ, ആരെയല്ലേ എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു അനാഥ കുട്ടി കാണാതെ ആയതുപോലെ, ഒരു അനാഥ കുട്ടി കാണാതായതുപോലെ നമ്മൾ സ്തോത്രം വീട് മുഴുവൻ വിളിച്ചു കിടക്കും. ആരെയല്ലേ ഇത് എടുത്തോ, ആരെയല്ലേ കണ്ടോ. എന്നാൽ യേശു കർത്താവിനെ മറയ്ക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സാക്ട്ലി സെയിം ലൈഫ് സ്റ്റൈലാണ് സ്തോത്രം പൗലോസ് പറയുന്നത്. എടാ തീക്കോസേ, എനിക്ക് മറക്കാനൊന്നുമില്ല, ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നെന്ന് വന്ന് ചെന്ന് പറ. എൻ്റെ ലേഖനം, ഈ ലേഖനം, ഈ എഫേസ്യ ലേഖനം, അനുഗ്രഹിക്കപ്പെട്ട ഈ ലേഖനം വായിച്ചല്ല അവരാത്മാവിലാകേണ്ടത്. എൻ്റെ ജീവിതം കേട്ട് അവരൊന്ന് ആത്മാവിൽ വളരട്ടെ. എൻ്റെ ജീവിതം കൊണ്ട് അവരാത്മാവിൽ വളരുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയൂ നിങ്ങൾ. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ വസ്തുത അറിയിപ്പാനും നിങ്ങളെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ എന്ന് പറഞ്ഞാൽ തിഖിക്കോസിനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ഇവൻ കള്ളം പറയാത്തവനാ. ആരാ? തിഖിക്കോസ്. അതുകൊണ്ടാണ് അവനെ പറഞ്ഞേച്ചേ. ഇവനെ കഥ എഴുതുന്നവനല്ല. ആരാ? തിഖിക്കോസ്. നമ്മളെ ഇടയിൽ കഥ എഴുത്തുകാർ ഒത്തിരി പേരുണ്ട്. എപ്പിസോഡുകളായി കഥ എഴുത്തുകാർ ഒത്തിരി പേരുണ്ട്. സ്തോത്രം. ബോളിവുഡിലും ഹോളിവുഡിലും ക്ഷാമം വന്നാലും സ്തോത്രം, അതെ ഇവിടെ ക്ഷാമമില്ലാതെ എത്ര കഥ വേണം എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. പക്ഷേ തിഖിക്കോസ് കഥ എഴുതുന്നവനല്ല, ഉള്ളതുപോലെ പറയുന്നവനാണ്. ഹല്ലേലൂയ. തിഖിക്കോസ് നാവ് കൊണ്ട് സഹോദരനെ കൊല്ലുന്നവനല്ല, പകരം ആരാണ്? അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അയച്ചിരിക്കുന്നു. ഞങ്ങളെ വസ്തുത അറിയിപ്പാനും നീ വിശ്വസ്തനായി തീരണമെങ്കിൽ, വിശ്വസ്ത ദൈവദാസനാണെങ്കിൽ ഉള്ളതുപോലെ പറയണം. നിറം കൂട്ടല്ല്, ചായം കലക്കല്ല്, കഥ എഴുതല്ല്, അപവാദം പറയല്ല്. കമാൺ. മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെന്നറിയോ? നിങ്ങൾ ലൂസിഫറിന്റെ മൗത്ത് പീസാണ്. നിങ്ങൾ സാത്താന്റെ മൗത്ത് പീസാണ്. പിശാചാണ് നിന്നെ ഉപയോഗിക്കുന്നത്. മറ്റുള്ളവന്റെ കുറ്റം പറയുന്നവർ ആരാണെങ്കിലും, എത്ര വലിയ സംഘടന, എത്ര വലിയ പ്രസ്ഥാനം, എത്ര വലിയ പാരമ്പര്യമുണ്ടെങ്കിലും മറ്റുള്ളവന്റെ കുറ്റം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സാത്താൻ, ശത്രു നിന്നെ ഉപയോഗിക്കുകയാണ്. എന്നാൽ ഉള്ള വസ്തുത അറിയിപ്പാൻ തിഖിക്കോസ് കടന്നു വരികയാണ്. അവന് സ്തോത്രം കഥയല്ല പറയുന്നത്, അപവാദമല്ല പറയുന്നത്, പകരം അവന് ഉള്ളതുപോലെ പറയുന്നു. എന്തിനു വേണ്ടി? മാത്രമല്ല രണ്ടാമത്തെ അവൻ്റെ കാര്യം നോക്ക്, അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവരവനുണ്ട്. അവൻ്റെ പേരെല്ലാവരും പറഞ്ഞാട്ടെ. നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവര് പ്രവാചകനോ? പറ. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. ക്ലിയോപാട്ര നോ, സ്തോത്രം. പരാക്ലീത്ത, അതാണ് സ്തോത്രം. പരാക്ലീത്ത, അതായത് ആശ്വാസപ്രദൻ. പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. യേശു കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. മത്തായി 11:28 കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവ ആശ്വാസം കെടുത്തുന്നവനല്ല. ദൈവം ഉപയോഗിക്കുന്നവൻ സംസാരിക്കുമ്പോൾ മറ്റു പലവൻ്റെയും ആശ്വാസം കെടുത്തുന്നവനെങ്കിൽ മനസ്സിലാക്കുക, അത് ദൈവാത്മാവല്ല അവനിലൂടെ സംസാരിക്കുന്നത്. സ്തോത്രം. ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ്.
എന്ന് വിചാരിച്ച ദൈവം പാപം ചെയ്തോ എന്ന് പറയുന്നവൻ എന്നല്ല ഞാൻ പറയുന്നത്. പാപത്തിന് വെള്ളപൂശും എന്നല്ല ഞാൻ പറയുന്നത്. പകരം ദൈവകൃപയിൽ ആശ്വാസ ശബ്ദമാണ് ദൈവം ഉപയോഗിക്കുന്നവരുടെ ശബ്ദം. കാരണം ദൈവം ആശ്വാസം കെടുത്തുന്നവനല്ല, ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ്. 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം അതിൻ്റെ 3 വാക്യം വേദപുസ്തകം പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം 3 വാക്യം വേദപുസ്തകം പറയുന്നു. എന്താണെന്നറിയോ? സ്തോത്രം, കർത്താവ് അതെ സർവ്വ ആശ്വാസങ്ങളെ പിതാവ് എന്നാണ് പിതാവ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. സർവ്വ ആശ്വാസങ്ങളെ പിതാവ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ പേരെന്താണ്? മനസ്സിലുള്ള പിതാവ്, സർവ്വ ആശ്വാസങ്ങളെ പിതാവ്. ദൈവം ആശ്വാസം കെടുത്തുന്നവനല്ല, ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ്. സർവ്വ ആശ്വാസങ്ങളുടെ പിതാവ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, യെശയ്യാപ്രവചനം 40:1-2, സ്തോത്രം, എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ, ആശ്വസിപ്പിൻ. യെശയ്യാപ്രവചനം 66:13 പറയുന്നു, ഒരു അമ്മയെപ്പോലെ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നവനാണ് കർത്താവ്. സ്വപിതാവായ ദൈവമാണെങ്കിലും പുത്രനായ ക്രിസ്തുവാണെങ്കിലും തൃത്വത്തിൻ്റെ മൂന്നാമനായ പരിശുദ്ധാത്മാവാണെങ്കിലും അവൻ ഉറക്കം കെടുത്തുന്നവനല്ല, പകരമാരോ അവനാരാണ്? അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. തികിക്കോസ് ഇതാ വന്ന് ആശ്വസിപ്പിക്കുകയാണ്. ചിലർ വീട്ടിൽ കയറി വന്നാലേ ആശ്വാസം പോകും. അപ്പോൾ നമുക്കറിയാം ഏത് ആത്മാവിനാലാണ് അവർ ഉപയോഗിക്കപ്പെടുന്നത്. ചിലരെ സ്തോത്രം ഇതേപോലെ തന്നെ സഭയിൽ വന്നാൽ ആശ്വാസം പോകും, ചിലരോട് സംസാരിച്ചാൽ തന്നെ ആശ്വാസം പോകും, സമാധാനം പോകും. അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യുക. അവർക്ക് ഫോൺ ചെയ്യല്, അവരുമായി സംസാരിക്കല്. കാര്യം എന്താ? അവർ നിങ്ങളുടെ ആശ്വാസം കെടുത്താൻ വേണ്ടിയാണ് നടക്കുന്നത്. കർത്താവ് ഉപയോഗിക്കുന്ന ഒരു തികിക്കോസ് ആണെങ്കിൽ അവൻ ഉള്ളതുപോലെ പറയത്തുള്ളൂ, അവൻ ആശ്വസിപ്പിക്കുന്നവനായിരിക്കും. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് പറയുന്നത് അവൻ വിശ്വസ്തദാസൻ, അവൻ വിശ്വസ്തനായ ദൈവദാസൻ. ഹീസ് എ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. സ്തോത്രം, വിശ്വസ്തനായ ദാസൻ. ഓക്കെ, 50% കഴിഞ്ഞു. ഇനി ബാക്കി പറയട്ടെ. വിശ്വസ്തനായ ദൈവദാസൻ. ഈ വിശ്വസ്തനായ ദൈവദാസൻ ആരായിരിക്കും? നമ്പർ 1, he will be the messenger of God. അവൻ ദൈവത്തിൻ്റെ ദൂതുവാഹിയായിരിക്കും. ഒരു വിശ്വസ്തനായ ദൈവദാസനാണെങ്കിൽ അവൻ ആരായിരിക്കും? അവൻ ദൈവത്തിൻ്റെ മെസ്സഞ്ചർ ആയിരിക്കും. ഒരിക്കൽ കൂടെ അപ്പോസ്തല പ്രവൃത്തി 20:20 നോക്കിയാട്ടെ. അവൻ ദൈവത്തിൻ്റെ സ്തോത്രം ദൂതുവാഹി എന്ന അപ്പോസ്തല പ്രവൃത്തി 20:20 പറയുന്നു. സ്തോത്രം, ഒരു വിശ്വസ്ത ദൈവദാസനാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ ദൂതുവാഹിയായിരിക്കും. 20:20 കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ, അതാണ് ദൈവദാസൻ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായി വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ്. പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവവചനം ഉള്ളതുപോലെ അവൻ ദൈവകൃപയാൽ പറഞ്ഞു. അല്ലാതെ നീ ഇങ്ങ് വാ, സ്തോത്രം, ഞാൻ നിന്നെ ഭരിക്കട്ടെ എന്നല്ല ഈ ദേവദാസൻ പറഞ്ഞത്. നീ ഇങ്ങ് വാ, നിന്റെ ദശാംശവും സ്തോത്രക്കാഴ്ചയും മാത്രം ഞാൻ എടുക്കട്ടെ എന്നല്ല പറഞ്ഞത്. പകരം അവർ ദൈവത്തിൻ്റെ കൃപയാൽ വളർന്നു വരേണ്ടതിന് പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തിൻ്റെ ദൂതുവാഹിയായി നിന്നവനായിരുന്നു പൗലൂസ്. പൗലൂസിൻ്റെ എഫെസോസിലെ പ്രസംഗമാണിത്. ഫെയർവെൽ മെസ്സേജാണിത്. അവിടെ നിന്ന് യാത്ര ചെയ്ത് പൗലൂസ് പോകുകയാണ്. തുടർന്ന് നിങ്ങൾ വായിക്കുമ്പോൾ പൗലൂസ് പറയുന്നു, ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. ദൈവരാജ്യം പ്രസംഗിച്ച് നടന്നതായ സ്തോത്രം, അതെ, എൻ്റെ മുഖം നിങ്ങൾ കാണുകയില്ല എന്ന് സ്തോത്രം പൗലൂസ് പറയുന്നതിന് മുൻപ് താൻ പറയുകയാണ്, പ്രയോജനമുള്ളതൊന്നും ഈ 3 വർഷക്കാലം ഞാൻ മറച്ചു വച്ചില്ല. പ്രയോജനമുള്ളത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അവൻ ആരാണ്? അവൻ ദൈവത്തിൻ്റെ ദൂതുവാഹിയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ അയൽവാസികളോട്, ബന്ധുക്കളോട്, സ്നേഹിതരോട് ഒക്കെ സുവിശേഷം പറയുമ്പോൾ അയ്യോ സ്നാനം പറയുന്നെങ്കിൽ അവർ ചിലപ്പോൾ സ്തോത്രം ഇനി എന്നോട് മിണ്ടത്തില്ല എന്ന് പറയല്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയുണ്ടെങ്കിൽ സ്നാനം പറയണം. ഹല്ലേലൂയ. കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പം തന്നെ സ്നാനപ്പെടണം, ഇല്ലെങ്കിൽ നിൻ്റെ തലയെ ദൈവം മുട്ടയടിക്കും എന്നല്ല നിങ്ങൾ പറയേണ്ടത്. മനസ്സിലായോ? ആദ്യം കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആ വ്യക്തിയെ നയിച്ച് രക്ഷയിലേക്ക് നയിച്ച് രക്ഷിക്കപ്പെട്ട ശേഷമാണെന്ന് എന്താണ് സ്തോത്രം സ്നാനം പറയേണ്ടത്. ഹല്ലേലൂയ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തിൻ്റെ ദൂത് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. കാരണം നിങ്ങൾ ആരാണ്? നിങ്ങൾ വിശ്വസ്തനായ ദൈവദാസനാണെങ്കിൽ സ്തോത്രം നിങ്ങൾ ആരായിരിക്കും? നിങ്ങൾ സ്തോത്രം കർത്താവിൻ്റെ ദൂതുവാഹിയായിരിക്കും, ദൈവത്തിൻ്റെ മെസ്സഞ്ചറായിരിക്കും. ലൂക്കോസ് സുവിശേഷം 1:19 സ്തോത്രം, അവിടെ ഒരു ദൂതനെ കുറിച്ച് പറയുന്നു. ആ ദൂതൻ്റെ പേര് ഗബ്രിയേൽ എന്നാണ്. അവൻ ദൈവത്തിൻ്റെ ദൂതുവാഹിയായി നിൽക്കുന്നു. നിങ്ങൾ ചോദിക്കുക, അങ്ങളെ ദൈവത്തിൻ്റെ ദൂത് കിട്ടാൻ എന്ത് ചെയ്യണം? ഗൂഗിളിലാണോ പരതേണ്ടത്, അല്ലാതെ സ്തോത്രം അതോ ലൈബ്രറിയിലാണോ നോക്കേണ്ടത്? രണ്ടുമല്ല. ഗൂഗിളിലുമല്ല നോക്കേണ്ടത് ദൈവത്തിൻ്റെ ദൂത്, സ്തോത്രം ലൈബ്രറിയിലുമല്ല നോക്കേണ്ടത്. കാരണം ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു.
അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ദൂതുവാഹിയാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ദൂതുവാഹിയാകണമെങ്കിൽ സ്തോത്രം കർത്താവിൽ നിന്ന് പ്രാപിക്കണം. കർത്താവിൽ നിന്ന് പ്രാപിക്കണം. അതിന് ദൈവസന്നിധിയിൽ നിൽക്കണം. ഗബ്രിയേൽ പറയാണ്, ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നിന്നോട് സംസാരിപ്പാൻ, ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സെഖര്യാവേ നിന്നോട് സംസാരിക്കാനുള്ള ദൂതമായി ഞാൻ വന്നിരിക്കുന്നു. പക്ഷേ ഈ ദൂത എങ്ങനെയാണ് സ്തോത്രം എനിക്ക് കിട്ടിയത്? ഈ ദൂത ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത്. മനസ്സിലായോ? അപ്പോൾ ഗൂഗിളിലല്ല, സ്തോത്രം ഏതോ പുസ്തകത്തിൽ നിന്നല്ല. പുസ്തകം വായിക്കുന്നത് നല്ലത്. ഞാനും ഈ ദൂതിന് വേണ്ടി ഏതൊക്കെ ബുക്കും മറ്റു കാര്യങ്ങളൊക്കെ റെഫർ ചെയ്താണ് എടുത്തത്. പക്ഷേ അത് സെക്കൻഡറി, അത് രണ്ടാം തരം, അല്ലെങ്കിൽ അത് മൂന്നാം തരം. രണ്ടാം തരവും മൂന്നാം തരവുമായിട്ട് പല സ്റ്റോറീസോ എക്സ്പീരിയൻസസോ മറ്റ് ബുക്സിൻ്റെ കാര്യങ്ങളോ ഒക്കെ കിട്ടും. പക്ഷേ ഒരിക്കലും മറക്കരുത്, ഒന്നാം തരം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് തന്നെയാണ്. അതേ നിങ്ങൾക്ക് അനുഗ്രഹത്തുള്ളൂ. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം പൗലോസ് പറയുന്നു, ഐ റിസീവ് ഫ്രം ദ ലോർഡ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. പൗലോസ് പറയാൻ കഴിയുന്നത്, ഞാൻ യെരുശലേമിലെ അപ്പോസ്തലന്മാരിൽ നിന്ന് കോപ്പി അടിച്ചു എന്നല്ല, ഞാൻ ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചു എന്നല്ല. അതെല്ലാം അക്ഷരമാണ്. അക്ഷരം കൊല്ലുന്നു. പകരം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. അപ്പോൾ നിങ്ങൾ വിശ്വസ്തനായ ഒരു ദൈവദാസിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ, സ്തോത്രം വിളിച്ചവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കാതെ, അയച്ച ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞ് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ദൈവത്തിൻ്റെ കൃപയാൽ വിളിച്ചു പറയുക. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നമ്മളൊരു പോസ്റ്റ്മാനാണ്. പറഞ്ഞാട്ടെ, പോസ്റ്റ്മാനാണ്. ഹല്ലേലൂയ. പോസ്റ്റ്മാനാണ്, പോസ്റ്റ് വുമനാണ്. സ്തോത്രം. അർത്ഥം പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കുന്നില്ല. 2 തിമോത്തിയോസ് 4:2 വാക്യം. 2 തിമോത്തിയോസ് 4:2 നോക്ക്. 2 തിമോത്തിയോസ് 4:2 പൗലോസ് സ്തോത്രം തിമോത്തിയോസിനെ ചാർജ് ചെയ്ത് പറയുന്നു. ഭയങ്കരമായി സ്തോത്രം നിർബന്ധിച്ച് പറയുകയാണ്. ചാർജ് ചെയ്ത് പറയുന്നു, വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ പ്രസംഗിക്കുക? വചനം പ്രസംഗിക്കുക. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, എന്തോ പ്രസംഗിക്കുക? വചനം പ്രസംഗിക്കുക. എക്സ്പീരിയൻസ് അല്ല പ്രസംഗിക്കേണ്ടത്, വചനം പ്രസംഗിക്കുക. എക്സ്പീരിയൻസ്, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്കൊരു പുളകമൊക്കെ ഉണ്ടാകും. എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും. പക്ഷേ ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ആ രോമാഞ്ചവും ആ പുളകവും ഒക്കെ പോവും. പക്ഷേ നിങ്ങൾ നിർത്തുകയും നടത്തുകയും പണിയുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പുല്ലണങ്ങും പൂവാടും, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതുകൊണ്ട് വിശ്വസ്തനായ ദൈവത്തിൻ്റെ ദാസൻ അവൻ എക്സ്പീരിയൻസ് അല്ല പറയേണ്ടത്. ഞാൻ ഉഗാണ്ട പോയപ്പോൾ എങ്ങനെ നടന്നു, ഞാൻ ജപ്പാനിൽ പോയപ്പോൾ എങ്ങനെ നടന്നു, ഞാൻ മറ്റിടത്ത് പോയപ്പോൾ ഏതാണ്ട് കാര്യം നടന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കേട്ടോ. ഞാനൊരു അസാമാന്യമായ റൈനോസറസാണ് എന്നല്ല സ്തോത്രം പറയേണ്ടത്. നീ ആരാണ്? നീ ദൈവത്തിൻ്റെ ദൂതുവാഹി എന്ന് ഈ കാലഘട്ടം തിരിച്ചറിയുന്നത് നീ ദൈവത്തിൻ്റെ വചനം പറയുമ്പോഴാണ്. ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ വെളിപ്പാടുകൾ, അതിൻ്റെ ആ സ്തോത്രം മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, രഹസ്യങ്ങൾ പറവാൻ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ, നിങ്ങളുടെ അധരങ്ങളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. വിശ്വസ്ത ദൈവദാസൻ, യു ആർ ദ സെർവൻറ്റ്, യു ആർ ദ മെസ്സഞ്ചർ ഓഫ് ഗാഡ്. അങ്ങനെ മെസ്സഞ്ചറാകാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ ദൂതുവാകി. നമ്പർ 2, യഥാർത്ഥ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ദാസൻ ആരെന്നറിയോ? അവനൊരു പിതാവാണ്. 1, അവൻ ഒരു ദൂതുവാഹിയാണ്. 2, അവൻ പിതാവാണ്. സഹോദരിമാരെ നോക്കി പറയട്ടെ, നിങ്ങൾ മാതാവാണ്. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നല്ല ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള സഹോദരങ്ങൾ എൻ്റെ മുൻപിൽ ഇന്ന് രാത്രിയുണ്ട്. സ്തോത്രം. മനസ്സിലാക്കണം, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആ പ്രൊഫഷണൽ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനവുമായി ആ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ അനേകർക്ക് ദൈവത്തിൻ്റെ കൃപയാൽ മാതാവാണ്. പൗലോസ് പറയുന്നു, സ്തോത്രം, ഞാനൊരു അപ്പനാണെന്ന്, ഞാനൊരു പിതാവാണെന്ന്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 15-ാം വാക്യം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങളെല്ലാവരും ആരായി തീരണം? മാതാവായി തീരണം, പിതാവായി തീരണം കർത്താവിൽ. 1 കൊരിന്ത്യർ 4:15 പൗലോസ് തൻ്റെ കാര്യം പറയുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്തിൽ ജനിപ്പിച്ചത്. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് അനേക ഗുരുക്കന്മാരുണ്ട്. ടീച്ചേഴ്സ്, വചനം പറയുന്നവർ ഒത്തിരി പേരുണ്ട്. സ്തോത്രം. TV-യിൽ, അതെ സ്തോത്രം, യൂട്യൂബിൽ ഒക്കെ നിങ്ങൾക്ക് വചനം കേൾക്കാന്നുള്ള ഒത്തിരി സ്തോത്രം ഗുരുക്കന്മാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്.
പക്ഷേ പിതാക്കന്മാർ ഏറെയില്ല. ഹല്ലേലൂയ. വീട്ടിൽ അപ്പനുണ്ട് എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. വീട്ടിൽ അപ്പനുണ്ട് എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ചില കരങ്ങൾ ഉയർന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ പിതാവ് സ്തോത്രം അതെ കൈ ഉയർത്താത്ത പ്രായമുള്ള സഹോദരന്മാരെ കാണുമ്പോൾ നിങ്ങളുടെ പിതാവ് ഈ ലോകത്തിൽ മാറ്റപ്പെട്ട് കാണും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് സ്തോത്രം മാറ്റപ്പെട്ടത് ഞാൻ സ്തോത്രം ഓർപ്പിച്ചല്ലോ. നല്ല അപ്പനുണ്ടായിരുന്നു പോയി, നല്ല അമ്മയുണ്ടായിരുന്നു പോയി. പക്ഷേ വളരെ കമ്പാഷനായിട്ട്, വളരെ മനസ്സിലൂടെ ഞാൻ പറയട്ടെ, അപ്പനിട്ടിട്ട് പോയ കസേര ഒഴിഞ്ഞു, അമ്മയിട്ടിട്ട് പോയ കസേര ഒഴിഞ്ഞു. ഭാരപ്പെടല്ലേ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ഒരു നിത്യപിതാവ് നമുക്ക് സ്വർഗത്തിൽ ജീവിക്കുന്നു. അവൻ ആ പിതാവിൻ്റെ സ്ഥാനത്തെ നിറയ്ക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവൻ പിതാവ് മാത്രമല്ല, അവൻ മാതാവുമാണ്. അവൻ അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ്റെ പേര് എൽഷഡായിൽ ഒരു പിതാവുമുണ്ട്, എൽഷഡായിൽ ഒരു മാതാവുമുണ്ട്. അത് വേറൊരു പ്രസംഗം. ദൈവത്തിലൊരു അപ്പനുമുണ്ട്, ദൈവത്തിലൊരു അമ്മയുമുണ്ട്. അഫ്കോഴ്സ് ദൈവം സുഹൃത്താണ്, ദൈവം ആലോചനക്കാരനാണ്, ദൈവം സകലതുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിൽ അപ്പൻ ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു? വീട്ടിൽ അപ്പനുള്ളപ്പോൾ നമുക്ക് പല നാട്ടിലുള്ള അപ്പന്മാരെ എല്ലാവരുടെയും ആലോചന നമ്മൾ കേൾക്കൂ? നോ വേ. നാട്ടിലുള്ള എല്ലാ അപ്പന്മാരുടെ ആലോചന കേൾക്കുന്നെങ്കിൽ ആ കുഞ്ഞ് വഴിവിഴച്ചു പോകും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒത്തിരി അപ്പന്മാരുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്കൽ ഗ്യാതറിംഗ് ഇല്ലാതിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഒത്തിരി അപ്പന്മാരുണ്ട്. രാവിലെ നമ്മുടെ സർവീസ് തുടങ്ങുമ്പോൾ സിംഗപ്പൂർ അപ്പൻ്റെ ശബ്ദം കേട്ട് ഉണരും. പിന്നെ സിംഗപ്പൂർ അപ്പൻ്റെ പരിപാടി കഴിയുമ്പോൾ 9:30 ക്രൈസ്റ്റ് സെൻറ്റർ അപ്പൻ വരും. പിന്നെ ക്രൈസ്റ്റ് സെൻറ്ററിൻ്റെ അപ്പൻ്റെ കാര്യം കഴിയുമ്പോൾ സൗദി അറേബ്യയിലോ ദുബായിലോ ഉള്ള വേറൊരു അപ്പൻ്റെ പരിപാടിയായി. പിന്നെ അത് കഴിയുമ്പോൾ ആഫ്രിക്കൻ അപ്പനായി. ആഫ്രിക്കൻ അപ്പൻ്റെ പരിപാടി കഴിയുമ്പോൾ ആഫ്രിക്കൻ പ്രീച്ചറിൻ്റെ പരിപാടി കഴിയുമ്പോൾ പിന്നെ യൂറോപ്പിലെ അപ്പനായി. ഉറങ്ങാൻ കിടക്കുന്ന നേരമാകുമ്പോൾ സ്തോത്രം അതേ അമേരിക്കക്കാരൻ അപ്പൻ്റെ പരിപാടിയായി. ഒത്തിരി അപ്പന്മാരുള്ളതായ വഴിപിഴച്ച തലമുറ. എന്നാൽ ദൈവകൃപയാൽ കൃത്യമായി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, നിനക്ക് 33 കോടി അപ്പന്മാരില്ല, നിനക്ക് ഒരപ്പനാണുള്ളത്. ആരും മിണ്ടുന്നില്ല. പല അപ്പന്മാരുള്ളതാണ് നിന്റെ കുഴപ്പം. പലരുടെ ആലോചന കേൾക്കുന്നതാണ് അപ്പം. ഇപ്പോൾ ഒരേ കൺഫ്യൂഷൻ. സ്തോത്രം. അതെ ആഫ്രിക്കൻ അപ്പം പറഞ്ഞതാണോ അതെ കറക്റ്റ്? തിരുവനന്തപുരം അപ്പം പറഞ്ഞതാണോ കറക്റ്റ്? അല്ല ആസ്ട്രേലിയ അപ്പം പറഞ്ഞതാണോ അതെ കറക്റ്റ്? ഒരു ആഫ്രിക്കൻ അപ്പം പറയുന്നു ഗോൾഡ് ഡസ്റ്റ് വീഴുന്നു, മറ്റേ അപ്പം പറയുന്നു ഇങ്ങനെ നടക്കുന്നു, വേറെ അപ്പം പറയുന്നു അങ്ങനെ നടക്കുന്നു, വേറെ അപ്പം പറയുന്നു മിറക്കിൾ മണി ഉണ്ടാകുന്നു. മിറക്കിൾ മണി കൈയടിച്ചോ? മിറക്കിൾ മണി ഉണ്ടാകുന്നു. സ്തോത്രം. ഞാൻ കൈയടിച്ചപ്പോൾ എൻ്റെ പേഴ്സ് തുറന്നപ്പോഴേക്കും ഇല്ലാത്ത കുറേ 2000 രൂപയുണ്ടായി. ഇല്ലാത്ത 2000 രൂപ ഉണ്ടാകുന്നെങ്കിൽ ഇല്ലാത്ത നോട്ട് കെട്ട് എൻ്റെ പേഴ്സിൽ ഉണ്ടാകുന്നത് വളരെ കൃത്യമായി നോക്കൊക്കെ. നിൻ്റെ ദശാംശത്തിലും സ്തോത്രക്കാഴ്ചയിലെല്ലാം ഞാൻ ജീവിക്കുന്നത് വളരെ കൃത്യമായി. എനിക്കൊരു സ്വഭാവമുണ്ട്, ഉള്ളതുപോലെ പറയും. സ്തോത്രം. ആളെ കൂട്ടാനല്ല ഞാൻ നിൽക്കുന്നത്, കർത്താവിന് ഇഷ്ടപ്പെട്ടോ ഇത് പറയാനാണ് ഞാൻ നിൽക്കുന്നത്. നിനക്ക് പല അപ്പന്മാരല്ല വേണ്ടത്, നിനക്ക് ഒരപ്പനാണ് വേണ്ടിയത്. വചനം കൃത്യമായി പഠിപ്പിക്കുന്ന ഒരപ്പൻ. മിറക്കിൾ മണി വരുന്നെങ്കിൽ സ്തോത്രം. അതെ ഞാൻ കൈയടിച്ച് ആരാധിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് തുറന്നു നോക്കിയപ്പോൾ 2000 രൂപയുടെ സ്തോത്രം അതെ കുറേ നോട്ട് ഇല്ലാത്തത് ഇതാ ഉണ്ടായി. 2-ൽ 1 ആ നോട്ടുണ്ടായത്. 2-ൽ 1 സ്തോത്രം ആ നോട്ടുള്ള. നമ്പർ 1, ഒന്നുകിൽ ആരുടെയോ പേഴ്സിൽ നിന്ന് തമ്പുരാനത് മോട്ടിച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചു. മറ്റാരുടെയോ പേഴ്സിൽ നിന്നോ ബാങ്കിൽ നിന്നോ കടയിൽ നിന്നോ ദൈവം അത് മോഷ്ടിച്ച് കൊണ്ടുവന്ന് വെച്ചു. ഇല്ലെങ്കിൽ കള്ളനോട്ട് കർത്താവ് അച്ചടിച്ച് കൊണ്ടുവന്ന് വെച്ചു. ഒന്നുകിൽ ദൈവം മോട്ടിച്ച് കൊണ്ടുവന്ന് നിന്റെ സ്തോത്രം അത് പേഴ്സിൽ വെച്ച് മിറക്കൽ മണി കളിച്ചു, ഇല്ലെങ്കിൽ ദൈവം കള്ളനോട്ടുണ്ടാക്കി നിന്റെ സ്തോത്രം അത് പേഴ്സിൽ വെച്ച് അതെ ദൈവം കളിച്ചു. എൻ്റെ ദൈവം കള്ളനോട്ട് അച്ചടിക്കത്തില്ല, എൻ്റെ ദൈവം പൈസ മോഷ്ടിക്കത്തില്ല. മക്കളെ മോഷ്ടിക്കല്ലേ എന്ന് ദൈവം സ്തോത്രം അത് എന്തോ സജഷൻ നിർദ്ദേശമല്ല പറയുന്നത്, മോഷ്ടിക്കല്ലേ എന്ന് കൽപ്പനയാണ് ദൈവം പറഞ്ഞത്. മിറക്കിൾ മണി. വഞ്ചിക്കപ്പെടുന്ന തലമുറ. മിറക്കിൾ മണി. നിങ്ങൾ സ്തോത്രം പറയത്തില്ല. ഐ ഡോണ്ട് കെയർ. ഹല്ലേലൂയ. 10,000 പേരുള്ളപ്പോൾ ഇറങ്ങി വരാം എന്നല്ല കർത്താവ് പറഞ്ഞ്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഞാൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. വഞ്ചിക്കപ്പെടല്ലോ. ദുരുപദേശം പ്രസംഗിക്കാതെ ബൈബിൾ പറ, വചനം പറ. ഹല്ലേലൂയ. സ്തോത്രം. മിറക്കിൾ മണിക്ക് ഓവർ എംഫസൈസ്. അന്യഭാഷയ്ക്ക് ഈവൻ ഞാൻ പറയട്ടെ, അന്യഭാഷ ഓവർ എംഫസൈസ് ചെയ്താൽ ഉപവാസത്തിനും പ്രാർത്ഥിക്കാം. നമ്മൾ 12-ാം തീയതി മുതൽ 21 ദിവസം ഉപവാസമാണ്. ഈ വെള്ളിയാഴ്ച മുതൽ ഉപവാസമാണ്. എല്ലാവരും വരണം. സ്തോത്രം. ഇതുപോലെ ഇന്ന് വന്ന എല്ലാവരും വരണം. 11 മുതൽ 31 വരെ. മോസ്റ്റ് വെൽക്കം. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ഓവർ എംഫസൈസ് അത് ഇംബാലൻസ് ആണ്.
അപ്പോൾ ആർക്കാണ് കൂടുതൽ എംഫസൈസ് കൊടുക്കേണ്ടത്? ആർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരുവന് മാത്രമേ പ്രാധാന്യം കൊടുക്കാൻ ദൈവസഭയ്ക്ക് നിർവാഹമുള്ളൂ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന രാജാധിരാജാവും കർത്താധികർത്താവുമായ യേശുവിന് മാത്രമാണ് സ്തോത്രം അത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ മിറക്കൽ മണി ഇല്ലയോ അങ്ങളെ? ഉണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മിറക്കൽ മണിയുണ്ട്. പക്ഷെ അത് അടിച്ചു മാറ്റിയ മണിയല്ല, അതാരെയൊന്നും മോട്ടിച്ചതല്ല. കഴിഞ്ഞ ദിവസം സ്തോത്രം അതെ 25,000 രൂപ എൻ്റെ പേഴ്സണൽ മണി, ചർച്ചിൻ്റെ പൈസയല്ല, പേഴ്സണൽ രൂപ സ്തോത്രം പേഴ്സണൽ മണി 25,000 രൂപ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. അവരന്തിച്ചു 25,000. ഹല്ലേലൂയ. കൂടുതൽ ഞാൻ പറയത്തില്ല, കാരണം ഈ സ്തോത്രം അതെ ഈ എന്തുവാ ഈ 3 കാര്യം രഹസ്യത്തിൽ ചെയ്യണമെന്ന് ജോയ് ബ്രദർ എന്നോട് പറഞ്ഞു. റിയലി ജോയ് ബ്രദർ എന്നോട് പറഞ്ഞു 3 കാര്യം രഹസ്യത്തിൽ ചെയ്യണം. ഒന്ന്, പ്രാർത്ഥന രഹസ്യമായിരിക്കണം. 2, ഉപവാസം രഹസ്യമായിരിക്കണം. വല്ലവർക്കും സഹായിക്കുന്നത് രഹസ്യമായിരിക്കണം. അതാദ്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം. അവർ പറഞ്ഞ ഞങ്ങൾക്കത് സ്തോത്രം അതെ മിറക്കൽ മണി ക്രൈസ്റ്റ് സെന്ററിൻ്റെ അക്കൗണ്ടിൽ നിന്നല്ലേ ഞാൻ എടുത്തത്, സ്വന്തം അക്കൗണ്ടിൽ നിന്ന്. ഹല്ലേലൂയ. അപ്പോൾ ബ്രദറിന് ഒത്തിരി കോടികൾ ഉണ്ടാകുമല്ലേ? യെസ്. 87,000 രൂപയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ. എനിക്കൊരു അക്കൗണ്ടേ ഉള്ളൂ. ആരും അയക്കല്ല പ്ലീസ്. സ്ട്രീം കാണുന്ന ആരും അയക്കല്ല, ദയവായി അയക്കല്ല. 87,000 രൂപയുണ്ട്. ബാക്കി ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. മിറക്കൽ മണി, മിറക്കൽ മണി. ഞാൻ ഇവിടെ പൈസ കരക്കാരല്ലേ ഇരിക്കുന്നത്. ആഫ്രിക്കൻ പ്രീച്ചറിനെ സ്തോത്രം കോപ്പി അടിക്കല്. നീ വഞ്ചിക്കപ്പെടുകയാണ്. ദ്രവ്യാഗ്രഹം സർവദോഷത്തിന് മൂലം. ദാറ്റ്സ് എ റൂട്ട് ഓഫ് ഓൾ ഈവിൽ. സകല പാപത്തിന്റെ ഒറിജിനാണത്. ഹല്ലേലൂയ. അതുകൊണ്ട് പല അപ്പന്മാരുടെ പിന്നിൽ പോകുമ്പോൾ സ്തോത്രം ആകപ്പാടെ നമുക്കൊരു കൺഫ്യൂഷനാണ്. ഞാൻ പറയട്ടെ, സ്തോത്രം ദൈവത്തിൻ്റെ വചനമാണ് നിനക്ക് ആവശ്യം. നിൽക്കേണ്ടത് വചനമെന്ന റോഡിലല്ല, വചനമെന്ന ട്രാക്കിലാണ്. റോഡാണെങ്കിൽ എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിക്കാൻ പറ്റും, പക്ഷേ ട്രാക്ക് ആണെങ്കിൽ നിനക്ക് തിരിവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്ക്. വചനത്തിൽ നിൽക്കുന്ന സഭയെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. പണം ഉണ്ടാക്കുന്ന സഭയെ ചേർപ്പാനല്ല യേശു വരുന്നത്. മിറക്കിൾ കളിക്കുന്ന സഭയെ ചേർപ്പാനല്ല യേശു വരുന്നത്. വചനത്തിൽ നിൽക്കുന്ന ദൈവസഭയെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. ഹല്ലേലൂയ. അപ്പൊ വിശ്വസ്തരായ ദൈവദാസന്മാരായ ദൈവദാസിമാരായ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം? നിങ്ങളൊരു പിതാവായിരിക്കണം. ഹല്ലേലൂയ. ഒരു പിതാവാണെങ്കിൽ എന്ത് ചെയ്യും? ഫ്രണ്ട് പറയുന്ന പോലെയാണോ പിതാവ് പറയുന്നത്? നോവേ, ഞാൻ ഇപ്പോൾ പറയുന്ന പോലെയാണ് ഒരു പിതാവ് പറയുന്നത്. സ്തോത്രം അല്ലേ? ഒരു സ്തോത്രം. അതെ, പിതാവിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എപ്പോഴും സ്തോത്രം അതെ ഡിസിപ്ലിൻ ആയിരിക്കുക. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്തോത്രം അതെ അപ്പൻ്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമല്ല. ഇപ്പുറത്തെ പെട്ടിക്കടയില്ലെങ്കിൽ അപ്പുറത്തെ പെട്ടിക്കടയുണ്ട്, ഇപ്പുറത്തെ ചർച്ച് ഇല്ലെങ്കിൽ അപ്പുറത്തെ ചർച്ചുണ്ട്, ഇപ്പുറത്തെ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ അപ്പുറത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓപ്പർച്യൂണിറ്റിയുടെ പിന്നാലെ ഓടുന്നവർ നമ്പർ ഓപ്പർച്യൂണിസ്റ്റ്. പല അപ്പന്മാർ നിനക്കില്ല. കൗഡേലൻ എന്നാണ് വേദപുസ്തകം അതിന് പറയുന്നത്. ഹല്ലേലൂയ. നീ ഒരു പിതാവായിരിക്കെ. ആര് പോയോ ആര് വന്നോ, ഹൂ കേഴ്സ് അബൌട്ട് ദാറ്റ്? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരും മിണ്ടുന്നില്ലയോ കർത്താവേ? സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് പല അപ്പന്മാരില്ല, നിനക്ക് പല വീടില്ല, നിനക്ക് പല സഭയില്ല. സ്തോത്രം. നിനക്ക് ഒരപ്പനാണുള്ളത്. 10,000 ഗുരുക്കന്മാരുണ്ടായിരിക്കലും പിതാക്കന്മാരെ ഏറെയില്ല. അധികാരത്തോടെ പുള്ളി പറയുക സ്തോത്രം. നിങ്ങളുടെ വെള്ളിയും പൊന്നും കൊണ്ടല്ല ജീവിച്ചതെന്ന് പറഞ്ഞ സ്തോത്രം ആ മനുഷ്യൻ പറയാം, ഞാനല്ലോ സുവിശേഷത്തെ നിങ്ങളെ ജനിപ്പിച്ചത്. അപ്പോൾ പിതാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പിതാവ് എന്താണ്? പിതാവ് തല്ലിക്കൊല്ലുന്നവനാണോ? നോവേ. അങ്ങനെയാണെങ്കിൽ അത് ഫറവോനായിരിക്കാം, അത് കയ്യഫ ആയിരിക്കാം, അത് സ്തോത്രം അത് ഹന്നാവായിരിക്കാം, അത് പീലാത്തോസ് ആയിരിക്കാം. ഞാനൊക്കെ സുവിശേഷ വിലയ്ക്ക് ഈ പടവലങ്ങ പോലെയുള്ള ഇടുങ്ങിയ ഈ സംസ്ഥാനത്ത് കടന്നു വന്നപ്പോൾ അപ്പന്മാരെ കണ്ടില്ല. നമ്മൾ കണ്ടത് കോമ്പറ്റീറ്റേഴ്സിനെയാണ് കണ്ടത്. നമ്മൾ കണ്ടത് കുറച്ച് സാറന്മാരെയാണ് കണ്ടത്. വിധിച്ചു കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി സാറന്മാരെ. സഭയ്ക്ക് വേണ്ടിയത് സ്തോത്രം അതേ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ വേണ്ടി ഇരിക്കുന്ന ന്യായാസനത്തിലിരിക്കുന്ന ജഡ്ജസിനെയല്ല വേണ്ടത്, ജഡ്ജിമാരെയല്ല സഭയ്ക്ക് വേണ്ടിയത്. സഭയ്ക്ക് വേണ്ടിയത് അപ്പന്മാരെ, വളർത്തുന്ന അപ്പന്മാരെയാണ് സ്തോത്രം ദൈവസഭയ്ക്ക് വേണ്ടിയത്. വളർത്തുന്ന അപ്പന്മാരെ. ഞാനിത് പറയുമ്പോൾ സെക്കൻഡ് ജനറേഷൻ ഞാൻ കാണുന്നത്, ഞാൻ കാണാത്തതും ഞാൻ ചെയ്യാത്തതും ഞാൻ പാടാത്തതും ഞാൻ പറയാത്തതും ഞാൻ ഓടാത്തതും നിങ്ങളുടെ ദൈവകൃപയാൽ പുറത്തു വരണം. വന്നേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാനൊരു ഫെയിലിയറാണ്. അബ്രഹാമിന്റെ സക്സസ് കാണുമെങ്കിൽ ഇസഹാക്കിനെ നോക്ക്, ഇസഹാക്കിന്റെ സക്സസ് കാണുമെങ്കിൽ യാക്കോബിനെ നോക്ക്, യാക്കോബിന്റെ സക്സസ് ആണെങ്കിൽ യോസെഫിനെ നോക്ക്. എൻ്റെ സക്സസ് ആണെങ്കിൽ നിന്നെ നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അതെ, പിതാവാണെങ്കിൽ അവൻ പുത്രന്മാരെ ജനിപ്പിക്കുന്നതായിരിക്കും, പുത്രിമാരെ ജനിപ്പിക്കുന്നതായിരിക്കും. അതാണ് ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ.
ഓരോ വൃക്ഷത്തിൽ നിന്നും അതത് തരത്തിലുള്ള ഫലം ഉളവാകട്ടെ. അപ്പോൾ ഒരു വൃക്ഷം വളർന്നു വരുമ്പോൾ ദൈവം കാണുന്നത് ആ വൃക്ഷം മാത്രമല്ല, അതിനകത്തിരിക്കുന്ന 10,000-കണക്കിന് ഉണ്ടാകാൻ പോകുന്ന വിത്തുകളെയും ദൈവം കാണുന്നുണ്ട്. ഞാൻ നിന്നെ മാത്രമല്ല കാണുന്നത്, നിന്നിലൂടെ സ്വാധീനിക്കപ്പെടുന്ന 10,000-കണക്കിന് ആത്മാക്കളെയാണ് ഞാൻ കാണുന്നത്. വിശ്വസ്തരായ ദൈവദാസൻ, അവൻ തലവെട്ടുന്നവനല്ല, അവൻ വോട്ടിന് മാത്രം സ്തോത്രം അതെ ചാക്കിടുന്നവനല്ല, അവൻ കസേര ഉറപ്പിക്കുന്നവനല്ല, അവൻ പോക്കറ്റിന്റെ നീളവും വണ്ണവും കൂട്ടുന്നവനല്ല, അവൻ വലിയ ചാക്കും തുന്നിക്കൊണ്ട് നടക്കുന്നവനല്ല. സ്തോത്രം. യഥാർത്ഥ വിശ്വസ്ത ദൈവദാസൻ അവനൊരു മെസ്സഞ്ചർ ആയിരിക്കും, അവനൊരു അപ്പനായിരിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തിരിക്കുന്നവർ നോക്കി പറ, അത് ശരിയാണ്, പെട്ടെന്ന് പറഞ്ഞോട്ടെ, ശരിയാണ്, ശരിയാണോ? ഹല്ലേലൂയ. അവനൊരു അപ്പനായിരിക്കും. സ്തോത്രം. നമ്പർ 3, മൂന്നാമത് അവനൊരു മെന്ററായിരിക്കും. അവനൊരു മെന്ററായിരിക്കും. സ്തോത്രം. അവനൊരു പരിശീലകനാകും. അങ്കിൾ എങ്ങനെ പ്രസംഗിക്കുന്നത്? എനിക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ മക്കളെ, നിനക്കൊന്നും ഇത് പറ്റത്തില്ല എന്ന് പറയുന്നെങ്കിൽ അവനൊരു മുതലാളിയാണ്. ഞാൻ മാത്രം ഇവിടെ ക്യാഷിലിരുന്നാൽ മതി, നീ എൻ്റെ കീഴിൽ വന്ന് കീബോർഡ് വായിച്ചിട്ട് പോ, അല്ലെങ്കിൽ നീ പാടിയിട്ട് പോ, നീ ഇങ്ങനെ വന്നിട്ട് പോ, അങ്ങനെയെങ്കിൽ ഞാൻ മുതലാളി, നീ തൊഴിലാളി. സ്തോത്രം. പകരം ഞാൻ മെൻറ്ററാകുന്നത് എപ്പോഴാണ്? മക്കളെ, ഞാൻ ഇങ്ങനെയാണിത് എടുത്തത്, ഞാൻ ഈ ബുക്സാണ് റെഫർ ചെയ്തത്, ഈ ദൂത് ഇങ്ങനെയാണ് ഞാൻ പ്രാപിച്ചത്, ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ഞാൻ ഇങ്ങനെയാണ് സ്തോത്രം ഈ ദൂതിന് വേണ്ടി ഒരുങ്ങിയത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്. ദാറ്റ്സ് നമ്പർ 1. ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതാണ് എന്ന് പറഞ്ഞ് ആ കോച്ചായി മെൻറ്റർ ചെയ്യുകയാണ്, അവനെ പരിശീലിപ്പിക്കുകയാണ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, പരിശീലനം. ഹല്ലേലൂയ. സൂപ്പർ സ്റ്റാറുകളല്ല ജയിക്കുന്നത്, സ്തോത്രം, ടീമുകളാണ് ജയിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ സ്പോർട്സാണ് ഫുട്ബോൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്തോത്രം അത് വേൾഡ് കപ്പ് ഒരു 4-5 മാച്ച് കാണുവാൻ തക്കണം സ്തോത്രം സാഹചര്യം ഉണ്ടായി എന്ന് വിചാരിച്ച് നിങ്ങൾ പിന്നെ പിന്മാറ്റക്കാരനെന്നൊന്നും വിളിക്കല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. മെസ്സി ഉണ്ടായിരുന്നു, അർജന്റീന തോറ്റു. എനിക്കിഷ്ടപ്പെട്ട നെയ്മറും ബ്രസീലും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾ ഒന്നാണ് ബ്രസീൽ. കാരണം ബ്രസീലിൻ്റെ ഇറച്ചി എത്ര നല്ല ടേസ്റ്റ് എന്നറിയാം, അതുകൊണ്ട് ബ്രസീൽ എനിക്കിഷ്ടം. ഹല്ലേലൂയ. പക്ഷെ ബ്രസീൽ തോറ്റു, അർജന്റീന തോറ്റു, ബ്രസീൽ തോറ്റു. പിന്നെ ആര്? പോർച്ചുഗൽ തോറ്റു. ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗൽ തോറ്റു. സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നതായ ടീമുകൾ തോറ്റു. പക്ഷേ സ്തോത്രം, ഒരു ടീം ജയിച്ചു, ഫ്രാൻസ് ജയിച്ചു. കാരണം അത് കളിക്കാരുടെ മിടുക്കല്ല, കോച്ചിൻ്റെ മിടുക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഫുട്ബോൾ അറിയത്തില്ല, നിങ്ങൾക്ക് ക്രിക്കറ്റേ അറിയത്തുള്ളൂ. സ്തോത്രം. കോച്ചിൻ്റെ മിടുക്ക് കൊണ്ടാണ് ലോകകപ്പ് ആർക്ക് കിട്ടിയത്? ലോകകപ്പ് ഫ്രാൻസിന് കിട്ടിയത്. അർത്ഥം സ്തോത്ര, വിശ്വാസി ജയിക്കുന്നെങ്കിൽ ദൈവം കഴിഞ്ഞാൽ ആ വിശ്വാസിയെ കോച്ച് ചെയ്യുന്ന ഒരു കോച്ച് ഉണ്ടായിരിക്കും, അതിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു കോച്ച് ഉണ്ടായിരിക്കും. അതിന് ട്രെയിനിങ് കൊടുക്കുന്ന കോച്ച് കൊണ്ടാണ് ആ വിശ്വാസി ജയിക്കുന്നത്, ആ സഭ ജയിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നിന്നെ അതെ മെന്റർ ചെയ്യാൻ അങ്ങ് അമേരിക്കയിലിരിക്കുന്ന ബെന്നിഹിൻ എന്നെ മെന്ററാണ്. പച്ചക്കള്ള ബെന്നിഹിൻ അവനെ അറിയോ? സ്തോത്രം. എന്നെ ഒരാളെ മെൻറ്റർ ചെയ്യുന്നു എന്ന് പറയുന്നെങ്കിൽ ആ ദൈവദാസനെ എന്നെ പേഴ്സണലി അറിയണം. ഞാൻ എവിടെയാണ് പാർക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എൻ്റെ സാഹചര്യം എന്നതാ. അല്ലാതെ ചുമ്മാ പറയാം മരിച്ചുപോയ ഓൾ റോബർട്ട്സ് ആണ് ഇപ്പോഴും. കള്ളല്ലയോ? ഹല്ലേലൂയ. സ്തോത്രം. കാണുന്ന മണ്ഡലത്തിൽ നീന്നെ മനസ്സിലാക്കാൻ ആരുണ്ടായിരിക്കണം? ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം. മോശം പർവ്വതത്തിൽ കയറി മഹത്വത്തിൽ നിന്ന് ഭയങ്കരമായി വെളിപ്പാടുകളെ പ്രാപിക്കുന്ന മനുഷ്യനായിരുന്നു മോശ. സ്തോത്രം. പ്രസിദ്ധനാണ് മോശ. ഡൊമസ്റ്റിക്കലും ഇന്റർനാഷണലും എല്ലാം പ്രസിദ്ധനാണ് മോശ. ഇന്റർനാഷണലി രാജാക്കന്മാർ മോശയുടെ പേര് കേൾക്കുമ്പോൾ ഭയങ്കരമായി ബഹുമാനിക്കും. ബാദശാൻ രാജാവായ ഓഗാകട്ടെ, സീഹോനാകട്ടെ, ഫർവോനാകട്ടെ, എല്ലാവർക്കും സ്തോത്രം മോശ പ്രസിദ്ധനാണ്. പക്ഷേ മോശയുടെ മെന്റർ എന്ന് പറയുന്നത് ആരും അറിയാത്ത ലോക്കൽ ഉപദേശി ഒരു ഇത്രോ ആയിരുന്നു. ലോക്കൽ ഉപദേശി, ആരും അറിയാത്ത ഇത്രോ പറഞ്ഞു, നീ ഈ പരിപാടിയിൽ ഇങ്ങനെ പോകുന്നെങ്കിൽ എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് വിധവയാകാൻ വേണ്ടി പോകാം, അതുകൊണ്ട് നീ 1000 പേർക്കും 100 പേർക്കും ഒക്കെ ഇതാ സ്തോത്രം നേതാക്കന്മാരെ ലീഡേഴ്സിനെ പിടിച്ചാക്കെന്ന് പറഞ്ഞ് അതെ ഇത്രോവിൻ്റെ ഉപദേശം മോശയ്ക്ക് തലയ്ക്ക് എണ്ണ പോലെയായി അവൻ അനുഗ്രഹമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, യഥാർത്ഥ വിശ്വസ്തനായ ദൈവദാസൻ അവനൊരു മെസ്സഞ്ചർ മാത്രമല്ല, അവനൊരു അപ്പൻ മാത്രമല്ല, അവനൊരു പരിശീലകനുമാണ്, പരിശീലിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മക്കളെ, കുറച്ചുകൂടെ നന്നായിട്ട് നീ ഓട്, കുറച്ചുകൂടെ നന്നായിട്ട് നീ നടക്ക്, കുറച്ചുകൂടെ നന്നായിട്ട് നീ ഡ്രസ്സ് ചെയ്യ്, കുറച്ചുകൂടെ പോയി. ഹല്ലേലൂയ. ചിലത് ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പേടിയാണ്. സ്തോത്രം.
കുറച്ചുകൂടെ നന്നായിട്ട് വേദപുസ്തകം പറയുന്നത് പോലെ ഡ്രസ് ചെയ്യും. സ്തോത്രം. കുറച്ചുകൂടെ നന്നായി പഠിക്കുക, കുറച്ചുകൂടെ നന്നായി ജീവിക്കുക. പരിശീലകനാണ് സ്തോത്രം യഥാർത്ഥ വിശ്വസ്തനായ ഒരു ദൈവദാസൻ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, എനിക്കൊരു പരിശീലനം, ഞാൻ പരിശീലന കളരിയിലാണ്, നമ്മൾ ട്രെയിനിങ്ങിലാണ്. പറഞ്ഞാട്ടെ, ഞാൻ ട്രെയിനിങ്ങിലാണ്. ഞാൻ ഉൾപ്പെടെയുള്ള സകലരും ട്രെയിനിങ്ങിലാണ്. യെസ്, ഡെയിലി. കഴിഞ്ഞ മാസം പോലെയല്ല ഞാൻ ഇപ്പോൾ ഈ മാസം, കഴിഞ്ഞ വർഷം പോലെയല്ല ഈ വർഷം. സ്തോത്രം. അടുത്ത വർഷം നിങ്ങൾ വന്ന് നോക്കുമ്പോൾ, അടുത്ത വർഷം നിങ്ങൾ എന്നെ നോക്കുമ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ കാണുകയില്ല. അടുത്ത വർഷം നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് ഉയർന്നിരിക്കും. കാരണം ഐ ആം അണ്ടർ ട്രെയിനിങ്. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. സോ ഒരു മെസ്സഞ്ചറാണ്. സ്തോത്രം. അതെ, ഒരു പിതാവാണ്. അതെ, ഒരു സ്തോത്രം. അതെ, മെന്ററാണ്. നമ്പർ 4, അവനൊരു റോൾ മോഡലാണ്. സ്തോത്രം. വിശ്വാസ ദൈവദാസൻ അവനൊരു റോൾ മോഡലാണ്. സ്തോത്രം. അവനെ നോക്കിയിട്ട് പറയാം, അവൻ പാടിയതുപോലെ എനിക്കും പാടണം. സ്തോത്രം. അവൻ പ്രസംഗിക്കുന്ന പോലെ എനിക്കും പ്രസംഗിക്കണം. അവൻ സഭ നടത്തുന്നത് പോലെ എനിക്കും സഭ നടത്തണം. അവൻ ശുശ്രൂഷിക്കുന്നത് പോലെ എനിക്കും ശുശ്രൂഷിക്കണം. കേക്ക്. അവൻ പാടുന്ന പോലെ നിനക്ക് പാടണമെങ്കിൽ, അവൻ സഭ നടത്തുന്നത് പോലെ നീ സഭ നടത്തണമെങ്കിൽ, അവൻ പ്രസംഗിക്കുന്ന പോലെ നീ പ്രസംഗിക്കണമെങ്കിൽ, അവൻ ശുശ്രൂഷിക്കണമെന്നതുപോലെ നീ ശുശ്രൂഷിക്കണമെങ്കിൽ, നീ ആദ്യം ചെയ്യേണ്ടത് അവൻ ജീവിക്കുന്നത് പോലെ നീ ജീവിക്കണം. അവൻ്റെ ലൈഫ് നിനക്കൊരു റോൾ മോഡലാണ്. അവൻ്റെ കരിസ്മയല്ല നിനക്ക് റോൾ മോഡൽ, അവൻ്റെ ക്യാരക്ടർ നിനക്ക് റോൾ മോഡലായിരിക്കണം. അവൻ്റെ കരിസ്മയല്ല, അവൻ്റെ ശുശ്രൂഷ പാഠമല്ല, പകരം സ്തോത്രം അവൻ്റെ അതേ ക്യാരക്ടർ നിനക്കൊരു റോൾ മോഡലായിരിക്കണം. റോൾ മോഡൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സ്തോത്രം. അതെ, 1 കൊരിന്ത്യർ ലേഖനം 11:1 വായിക്കുമ്പോൾ ഫോളോ മീ. ഞാൻ എല്ലാ ബൈബിൾ സ്റ്റഡിക്ക് അത് പറയാറുണ്ട് അല്ലേ. 1 കൊരിന്ത്യർ 11:1 സ്തോത്രം. ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. സ്തോത്രം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. ഹല്ലേലൂയ. ചിലപ്പോൾ ഈ അനുകാരി എന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ 5 കിലോമീറ്റർ നടന്നിട്ടായിരിക്കും പറയുന്നത്, നിങ്ങൾ 200 മീറ്റർ നടന്നിട്ടായിരിക്കും പറയുന്നത്, വേറൊരാൾ 500 ആയിരിക്കാം, വേറൊരാൾ 1 കിലോമീറ്റർ ആയിരിക്കാം. പക്ഷേ ഡയറക്ഷൻ ദ സെയിം. ഡയറക്ഷൻ മാറുന്നില്ല. ചിലർ ഒത്തിരി വർഷങ്ങൾ നടന്നങ്ങ് മുന്നിൽ പോയിക്കാണ്, വേറെ ചിലർ കഴിഞ്ഞ ആഴ്ച മുതലായിരിക്കാം നടന്നു തുടങ്ങിയത്. പക്ഷേ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ, ഡയറക്ഷൻ സ്ട്രെയിറ്റ് ആണെങ്കിൽ, ഡയറക്ഷൻ സ്തോത്രം ദിശ ദൈവവചനപ്രകാരമുള്ളതാണെങ്കിൽ നമുക്ക് പറവാൻ തൊക്കെ കഴിക്കും. സ്തോത്രം. അതെ, ഫോളോ മീ. ഞാൻ ജീവിക്കുന്ന പോലെ നീയും ജീവിക്കുക. ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉപവസിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ദൈവസന്നിധിയിൽ കാത്തിരുന്നത്, ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ദൈവം ഇങ്ങനെ മറുപടി നൽകിയത്. ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മളൊരു അച്ചാണ്. അച്ഛന്ന് പറഞ്ഞാൽ അറിയോ? അച്ഛന്ന് പറഞ്ഞാൽ അറിയാം. ഈ ഡൈ അല്ല. സ്തോത്രം. ഒരു അച്ഛൻ, ഒരു ഡൈ. പക്ഷേ ഞാൻ അതിന് വേണ്ടി, ആ ദൂതിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞത്, പോയി എൻ്റെ മക്കളുടെ അടുത്ത് പറ, അവരൊരു ഡൈ ആകണമെങ്കിൽ, DYE ഡൈ ആകണമെങ്കിൽ അതിന് മുമ്പ് DIE ഉണ്ടായിരിക്കണം. ഈ DIE നടന്നവന് മാത്രമേ DYE ഡൈ ആകാൻ കഴിയത്തുള്ളൂ. മനസ്സിലായോ? DIE ക്രിസ്തുവിൽ ഞാൻ മരിച്ചു. റോമർ 6:1-4 വരെ സ്നാനത്തിൻ്റെ ക്ലാസ്സാണ്. സ്നാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. റോമർ 6:1-4 വരെ ക്രിസ്തു യേശുവിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു യേശു മരിച്ചു, അടക്കപ്പെട്ടു, DIE. പക്ഷെ ഉയർത്തെഴുന്നേറ്റപ്പോൾ DYE. ക്രിസ്തുവിൽ മരിച്ചു അടക്കം ചെയ്യപ്പെട്ടപ്പോൾ DIE. ലോകം സംബന്ധിച്ച്, പാപം സംബന്ധിച്ച്, ജനം സംബന്ധിച്ച്, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. DIE. സ്തോത്രം. സ്നാനത്തിൽ സംഭവിക്കുന്നത് എൻ്റെ പഴയ സ്വഭാവം, എൻ്റെ പഴയ പരിപാടി, എൻ്റെ പഴയ മനുഷ്യൻ, ഒന്നാം ആദാമിൻ്റെ സകല പരിപാടിയും ക്രിസ്തു യേശുവിലെ DIE ക്രിസ്തുവിൽ മരിച്ചു, മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്ന് യേശു കർത്താവിനോടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ സ്നാനമെന്ന് പറയുന്നത് അടക്കാരാധനയാണ്. സ്നാനമെന്ന് പറയുന്നത് ഒരു ശവടക്ക ശുശ്രൂഷയാണ്. എക്സ്ക്യൂസ് മീ, അത് അടക്കമെന്ന് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. അതൊരു അടക്കാരാധന മാത്രമല്ല, അതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ആരാധന കൂടിയാണ്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹത്വത്തിൽ ജീവിച്ചെഴുന്നത് പോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. ക്രിസ്തുവിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ
പിന്നെ യേശുവിനെ പോലെയാണ് ഞാനാകുന്നത്. ഞാനൊരച്ചാണ്, ഞാനൊരു DYE, കുഴപ്പമില്ലാത്തൊരച്ചാണ്. ഞാൻ കുഴപ്പമുള്ള അച്ചാണെങ്കിൽ അച്ഛന് പൊട്ടലും ചൊട്ടലും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായി വരുന്ന സകല പാത്രത്തിനും പൊട്ടലും ചൊട്ടലും ഒക്കെ ഉണ്ടായിരിക്കും. ഒരിക്കൽ ഒരു AEO ഒരു സ്കൂൾ വിസിറ്റ് ചെയ്തു. AEO, എഡ്യൂക്കേഷൻ ഓഫീസർ, അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ അല്ലേ. അദ്ദേഹം സ്തോത്രം ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു ചെറുക്കനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവന് ഈ രായ്ക്കും ഒക്കെ ഇങ്ങനെ യാ എന്നേ പറയത്തുള്ളൂ, വായ, പയം എന്നൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ AEO പറഞ്ഞു, മക്കളെ അങ്ങനെ പറയല്ലേ, വാഴ. ചെറുക്കൻ പറയും വായ. അപ്പോൾ നല്ല ഓഫീസറായതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ പേരൻസിനെ നമുക്കൊന്ന് കാണാം, എനിക്കിന്ന് സമയമുണ്ട്. പേരൻസിനെ കണ്ടിട്ട് അവരോട് പറയാം, സ്തോത്രം, മോനിങ്ങനെ വായ, പയം എന്നൊക്കെയാണ് പറയുന്നത്, വാഴ, പഴം എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് നമുക്ക് പേരൻസിനെ കാണാം. AEO അവിടുത്തെ ടീച്ചറിനെയും HMനെയൊക്കെ വിളിച്ച് സ്തോത്രം ആ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നല്ല മോന, കണ്ടാൽ നല്ല ചെറുക്കന, നന്നായിരിക്കുന്നു, പക്ഷേ അവൻ വായ, പയം എന്നാണ് പറയുന്നത്. മക്കൾ പറഞ്ഞേ, മോന് പറഞ്ഞേ വാഴ. അവൻ വീണ്ടും പറഞ്ഞു വായ, പയം എന്ന്. അപ്പോൾ പേരൻസിൻ്റെ മുഖത്ത് നോക്കിയപ്പോഴും നിങ്ങളുടെ മോനിങ്ങനെ വായ, പയം എന്ന് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞു, അത് സാറേ ഇവിടുത്തെ തയക്കവും പയക്കവും ഇതൊക്കെ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ പേരൻസ് തയക്കവും പയക്കവും എന്ന് പറയുമ്പോൾ പിന്നെ ചെറുക്കൻ വായ, പയം എന്നേ പറയത്തുള്ളൂ. അർത്ഥം ഡൈ എങ്ങനെ ഇരിക്കോ, ദൈവദാസൻ എങ്ങനെ ഇരിക്കോ, അതാണ് പോയിന്റ്. ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ സഭയും പ്രാർത്ഥിക്കും, ദൈവദാസൻ സ്തുതിച്ചാൽ സഭയും സ്തുതിക്കും. ദൈവദാസന് ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ സഭയ്ക്കും ദ്രവ്യാഗ്രഹം കാണത്തില്ല, അവന്റെ ദാഹം കർത്താവായിരിക്കും. മിണ്ടുന്നില്ലയോ? ഞാനെന്തോ വേദപുസ്തകത്തിൽ ഇല്ലാത്ത എന്തോ പറയുന്ന പോലെ നിങ്ങളിങ്ങനെ തുറച്ചു നോക്കുന്നു. അപ്പൊ തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ പറയാൻ നമുക്ക് ചങ്കൂറ്റം ഉണ്ടായിരിക്കണം, ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. സ്തോത്രം, ഞാൻ നേടിയെന്നല്ല, നമുക്ക് നേടാമോ എന്ന് വിചാരിച്ചു ഓടുന്നതേ ഉള്ളൂ. ഉത്തരത്തോളം കൊണ്ടുവന്ന എന്താണ്? ദൈവമാണ്. ഞെളിയാതെ ഭയപ്പെടുക. ദൈവത്തിൻ്റെ കൃപയിലാണെന്ന് നീ നിൽക്കുന്നത്, ഞാൻ നിൽക്കുന്നത്. ഇത്രത്തോളം കൃപയിൽ ദൈവം നിർത്തിയെങ്കിൽ നാളെയും നിർത്തുവാൻ കൊണ്ട് ശക്തനാണ്. സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാട്ടെ. നീ ഒരു ദൂതുവാഹിയാണ്, നീ ഒരു അപ്പനാണ്, നീ ഒരു സ്തോത്രം അദ്ദേഹത്തെ ഒരു പരിശീലകനാണ്, നീ ഒരു റോൾ മോഡലാണ്. സ്തോത്രം, ഇങ്ങനെ പലതും എനിക്ക് പറഞ്ഞു പോകാനുണ്ട്, നേരം പോയല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം, നീ ഒരു ഇൻവെസ്റ്ററാണ്, നീ ഒരു നിക്ഷേപകനാണ്. വിശ്വസ്തനായ ദൈവത്തിൻ്റെ ദാസൻ കേൾക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീ ഒരു സ്തോത്രം നിക്ഷേപകനാണ്, ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞായറാഴ്ചയും ബുധനാഴ്ചയും വന്ന് ഞാൻ സ്തോത്രം പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും എനിക്ക് സ്തോത്രക്കാഴ്ച തരാമെന്ന് പറഞ്ഞിട്ടല്ല. നിങ്ങൾക്കറിയാം, ക്രൈസ്റ്റിൻ്റെ അടുത്ത് നിന്ന് 5 പൈസ നമ്മൾ എടുക്കാറില്ല. പക്ഷേ ഇങ്ങോട്ട് എടുക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ, ഞാൻ നിങ്ങളുടെ നിക്ഷേപിക്കുകയാണ്. വിത്ത് വിതയ്ക്കുന്നത് പോലെ, വളമിടുന്നത് പോലെ, വെള്ളമൊഴിക്കുന്നത് പോലെ, നനയ്ക്കുന്നത് പോലെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമത്രേ കാരണഭൂതൻ. ഹല്ലേലൂയ. സ്തോത്രം. ഏതാണ്ട് തമ്പുരാൻ വിതച്ചിട്ടുണ്ടെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവ് നനയ്ക്കുന്നു എന്ന് പറയുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവകൃപയാൽ ഈ കോവിഡ് കാലത്തും ദൈവകൃപയാൽ ഞാനിതാ വളരുന്നു എന്ന് പറയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. 2 കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി, വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തിന് നന്ദി പറഞ്ഞാട്. സ്തോത്രം. ഇൻവെസ്റ്റ് ചെയ്യുന്നവനാണ് ആര്? സ്തോത്രം, വിശ്വസ്ത ദൈവദാസൻ. വിശ്വസ്ത ദൈവദാസൻ എന്ന് പറയുന്നവൻ അവൻ ദൈവകൃപയാൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. എനിക്കെന്തോ നിക്ഷേപം കിട്ടുമെന്ന് പറയുന്നവനല്ല, അത് ശുദ്ധ സ്തോത്രം ബിസിനസ്സാണ്. ഇന്ന് വിശ്വാസികളെക്കാൾ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് ആർക്കെന്നറിയോ? പാസ്റ്റർമാർക്കാണ്. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ അതിനൊരു വാക്യവും കൂടെ കോട്ട് ചെയ്തു തന്നു. ഞാനങ്ങ് അതിശയിച്ചു പോയി. തമ്പുരാനെ തുങ്ങിച്ചാകാൻ വരെ വാക്യമുണ്ടല്ലോ. സ്തോത്രം. എല്ലാറ്റിനും വാക്യമുണ്ട്. പിശാച് പോലും വാക്യം പറയും. ഈ തിന്മയ്ക്കായി വചനം കൂട്ടിയിരുന്നെങ്കിൽ സ്തോത്രം അതൊരിക്കലും ദൈവികമല്ല, മനസ്സിലാക്കണം. അവർ പറഞ്ഞ ഇതാണ്, സമാഗമന കൂടാരത്തിലേക്ക് പോകുമ്പോൾ ബ്രദറെ, ഓക്കെ, സമാഗമന കൂടാരത്തിൽ പോകുമ്പോൾ ഏറ്റവും നന്നായി ഡ്രസ് ചെയ്ത് നിൽക്കുന്ന ആരാണ്? ഞാൻ ചോദിച്ചു, പുരോഹിതനോ? നോ, പുരോഹിതനല്ല. നോക്ക്, ഏറ്റവും മുകളിൽ നിൽക്കുന്ന സീനിയർ പാസ്റ്റർ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവൻ്റെ മാറിൽ എന്തുകൊണ്ട്? 12 രത്നമുണ്ട്. അതുപോലെ
സ്തോത്രം. വിശ്വാസികൾക്കില്ല ഉള്ളതിനേക്കാൾ ഏറ്റവും നല്ല കാറ് ചീഫ് പാസ്റ്റർക്കാണ് വേണ്ടത്. വിശ്വാസികൾക്കില്ലാത്ത ഏറ്റവും നല്ല പൈസ ചീഫ് പാസ്റ്റർക്കാണ് വേണ്ടത്. കാരണം ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. സ്തോത്രം. 12 രത്നങ്ങളുള്ളത്. ദുരുപദേശം, ഇത് കേട്ടിട്ട് ആരും കോപ്പി അടിക്കല്ലോ. ദുരുപദേശം. ഹല്ലേലൂയ. അവിടെ നിൽക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആരെന്നറിയോ? കർത്താവായ യേശുവാണ്. ഇതാണ് അർത്ഥം. സ്തോത്രം. ഏറ്റവും വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. 12 രത്നം. 12 രത്നം എന്ന് പറയുന്നത് 12 ഗോത്രം തൻ്റെ മാർവോട് ചേർത്ത് വെച്ച്, ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ദൈവജനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്നർത്ഥം. ദൈവജനത്തെ, ദൈവസഭയെ സ്തോത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിൽക്കുന്ന ഏറ്റവും വിലയേറിയവൻ കർത്താവായ യേശു. അങ്ങനെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ശുശ്രൂഷകന്റെ റോൾ എന്താണ്? 12 രത്നം വാങ്ങുന്ന ദശാംശം കൊറോണ തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് കിട്ടണമെന്ന് പറയുന്നതാണോ? നോ, നെവർ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, ദൈവത്തിൻ്റെ ജനത്തിന് ഏൽപ്പിച്ചു. എന്ത് കിട്ടുമെന്ന് പറയുന്നതല്ല. എനിക്കെങ്ങനെ ഇവർക്ക് വിതയ്ക്കാം, എങ്ങനെ അവരെ നനയ്ക്കാം, എങ്ങനെ അവരെ വളർത്താം. കാരണം ഞാൻ പോയാൽ സ്തോത്രം സുവിശേഷം കേൾക്കാത്തവരുടെ അടുക്കിലേക്ക് ഈ എവരെ ദൈവം അയക്കുന്നു. എനിക്ക് എത്താത്ത സ്ഥലത്തേക്ക് എവരെ ദൈവം എത്തിക്കുന്നു. ഞാൻ പറഞ്ഞാൽ എൻ്റെ ശബ്ദം പോകാത്തിടത്തേക്ക് എവരെ ശബ്ദം പോകുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവരെ ഒരുക്കുകയാണ്. ഇവരെ നനയ്ക്കണമേ, ഇവരെ വിതയ്ക്കണമേ, ഇവരെ വളർത്തണമേ എന്ന് പറഞ്ഞ് ഇവരെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് വിശ്വാസദൈവദാസൻ. മനസ്സിലാകുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവനാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഫിഷ് എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും നല്ല ഫിഷാണ് സാൽമൺ ഫിഷ്. സാൽമൺ. സ്തോത്രം. സാൽമൺ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? സാൽമൺ. സ്തോത്രം. സാൽമൺ കഴിച്ചിട്ടുള്ളവരുണ്ട്. സ്തോത്രം. ഏറ്റവും നല്ല ഫിഷാണ് സാൽമൺ ഫിഷ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ കണ്ടു സാൽമൺ ഫിഷ് അതിൻ്റെ വംശത്തെ നിലനിർത്തുന്നത് ഭയങ്കര കഷ്ടത്തിലാണ്. 100 ആയിരക്കണക്കിന് കിലോമീറ്റർ അത് സ്തോത്രം ധ്രുവ പ്രദേശങ്ങളിലേക്ക്, അലാസ്ക പോലെയുള്ളതായ ധ്രുവ പ്രദേശങ്ങളിലേക്ക് അത് നീന്തിയെത്തും. കടലിൽ നിന്ന് നദികളിലേക്ക് നീന്തിയെത്തും. കടലിലല്ല സാൽമൺ മുട്ടയിടുന്നത്. കാരണം കടലിൽ മുട്ടയിട്ടാൽ മറ്റ് മത്സ്യങ്ങൾ തിന്നുകളയും. തൻ്റെ മുട്ട വേസ്റ്റായി പോകും. അപ്പോൾ തൻ്റെ എനർജി, തൻ്റെ എഫേർട്ട് വേസ്റ്റായി പോകാതിരിക്കാൻ സുരക്ഷിതമായ സ്ഥലത്ത് മുട്ടയിടണം. അപ്പോൾ മുട്ടയിടേണ്ട സീസണാകുമ്പോൾ സ്തോത്രം 10 മത്സ്യമല്ല, 100 അല്ല, ലക്ഷക്കണക്കിന് സാൽമൺ മത്സ്യത്തെ ഞാനൊന്ന് യൂട്യൂബിൽ കണ്ടു. ഉച്ചയ്ക്ക് ശേഷം ഈ ദൂത് എടുക്കുമ്പോൾ നിങ്ങളോട് പറയുന്ന സത്യമാണല്ലോ പറയണ്ടേ. അതുകൊണ്ട് ലക്ഷക്കണക്കിന് സാൽമൺ മത്സ്യങ്ങൾ സ്തോത്രം ധ്രുവ പ്രദേശങ്ങളിലേക്ക്, ഉത്തരധ്രുവത്തിലേക്ക്, ആ ഫിലിം എടുത്തിരിക്കുന്ന ഉത്തരധ്രുവത്തിൻ്റെ പ്രദേശത്താണ്. അവിടെ ലക്ഷക്കണക്കിന് സ്തോത്രം സാൽമൺ മത്സ്യങ്ങൾ ഇതാ ഒരുമിച്ച് ഒഴുക്കിനെതിരെ നീന്തുന്നു. വെള്ളത്തിന് ഭയങ്കര വാട്ടർ പ്രഷറാണ്, ഭയങ്കര ഫാസ്റ്റിൽ വെള്ളം എടുത്തുന്നു. പക്ഷേ ഒഴുക്കിനെതിരെ ആ പാപ്പ നീന്തുകയാണ്. ഒഴുക്കിനെതിരെ ആ മാമി നീന്തുകയാണ്. ആ മമ്മി ഒഴുക്കിനെതിരെ നീന്തുന്നത് മമ്മിക്ക് വേണ്ടിയല്ല. ആ പാപ്പ ഒഴുക്കിനെതിരെ നീന്തുന്നത് പാപ്പായ്ക്ക് വേണ്ടിയല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. എത്ര പാരൻസ് നന്ദി പറയുന്നത് ഇതിന്. നിന്റെ മക്കൾക്ക് അതറിയത്തില്ല, പക്ഷേ നീ ഒഴുക്കിനെതിരെ നീന്തുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. ഒഴുക്കിനെതിരെ നീന്തി ആ സുരക്ഷിതമായിട്ടുള്ള നദിക്കരയിൽ അല്ലെങ്കിൽ നദിയോട് ചേർന്നുള്ളതായ ഒഴുക്കുറഞ്ഞ സ്ഥാനത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന നദിയോരങ്ങളിൽ ആ മുട്ടയിട്ടിട്ട് അത് തിരിച്ച് ആയിരക്കണക്കിന് കിലോമീറ്റർ വീണ്ടും അത് തിരിച്ച് സ്തോത്രം നീന്തി വരുമ്പോഴേക്കും 80% സാൽമൺ മത്സ്യങ്ങളും ചത്തുപോകും. 80% മുതുക്കൻ സാൽമൺ മത്സ്യങ്ങൾ, ദാറ്റ് മീൻസ് പ്രായമുള്ള സാൽമൺ മത്സ്യങ്ങൾ അത് ചത്തുപോകും. കാര്യം എന്ത്? അത്രയും എനർജി കൊടുത്തു കളഞ്ഞു അടുത്ത തലമുറ. പക്ഷേ അത് സന്തോഷത്തോടെയാണ് മരിക്കുന്നത്. കാരണം ആ സാൽമൺ മത്സ്യം പറയും, ഞാൻ ഒന്ന് ചത്താൽ 100 കണക്കിന് സാൽമൺ എന്നിലൂടെ ഇതാ പുറത്തു വരികയാണ്. ഇത് വേസ്റ്റ് അല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞാൻ നിക്ഷേപിക്കുകയാണ്. ദൈവരാജ്യം കേൾക്കട്ടെ, ദൈവസഭ കേൾക്കട്ടെ. ഓരോ ബൈബിൾ സ്റ്റഡിയും അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓരോ സഭായോഗവും അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓരോ കൗൺസിലിംഗ് സെഷന് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. In Jesus name. വെള്ളം പോലും കുടിക്കാതെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. In Jesus name. 2020 ഡിസംബർ കൊണ്ട് ഇത് തീർന്നു പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വരവരെയും അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൻ്റെ ഫലം എപ്പോഴാണ് വെളിപ്പെടുന്നത്? അടുത്ത റിപ്പബ്ലിക് ദിനത്തിനോ അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിനോ അല്ല,
പകരം അത് വെളിപ്പെടുന്ന മറ്റൊരു ദിനത്തിലാണ്. റിപ്പബ്ലിക് ഡേക്കല്ല, ഇൻഡിപെൻഡൻസ് ഡേക്കല്ല, അത് വെളിപ്പെടുന്ന മറ്റൊരു ദിവസത്തിലാണ്. ദ റാപ്ചർ ഓഫ് ദ ചേർച്ച്. ആ ദൈവസഭയുടെ ഉൾപ്രാപണത്തിൽ കർത്താവിൻ്റെ സിംഹാസനത്തിൽ നിൽക്കുമ്പോൾ അന്നേ എനിക്കറിയത്തുള്ളൂ ഈ ബൈബിൾ സ്റ്റഡിയിൽ ആരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു, ആരൊക്കെ സ്പർശിക്കപ്പെട്ടു, എന്തൊക്കെ റിസൾട്ട് ഉണ്ടായി. എത്ര വലിയ ക്രൂസ് തന്നെ പ്രസംഗിച്ചാൽ ഞാൻ നല്ല നല്ല ചില ജനക്കൂട്ടത്തെ കണ്ടിട്ടുണ്ട്. സ്തോത്ര ഗുജറാത്തിൽ ഞാനും സുഹൃത്തും കൂടെ ഒരുമിച്ച് ഒരു മീറ്റിങ്ങിന് 60,000 ആൾക്കാർ. ആ മീറ്റിങ്ങിന് എന്തൊക്കെ നടന്നു നമുക്കറിയത്തില്ല. ഒരു രാത്രി 13 ബെഡ് റിഡൻ പേഷ്യൻസ്, സ്തോത്രം തളർവാദ രോഗികൾ 13 പേര് ചാടി എഴുന്നേറ്റ് നടന്നു. ഞങ്ങൾ ആ 13 പേർക്ക് സാക്ഷ്യം കൊടുത്തപ്പോഴേക്കും അന്നത്തെ സ്തോത്രം ടൈം തീർന്നു പോയി. 13 തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടന്നു. വേറെ എന്തൊക്കെ ആ മീറ്റിങ്ങിന് നടന്നു നമുക്കറിയത്തില്ല. സ്തോത്രം ഓരോ യോഗങ്ങൾ എന്തൊക്കെ നടക്കുന്നു അറിയത്തില്ല. ആർക്ക് കണക്ക് കൊടുക്കണം, അതുകൊണ്ട് കണക്കെടുക്കാറില്ല. പക്ഷേ ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കും നമുക്കറിയാം. എത്ര പേര് രക്ഷിക്കപ്പെട്ടു, എത്ര പേർ ദൈവകൃപയിൽ പണിയപ്പെട്ടു, എത്ര പേർ ദൈവകൃപയിൽ വളർന്നു. ഹല്ലേലൂയ. അന്ന് നമ്മൾ തല കുനിഞ്ഞല്ല, തല ഉയർത്തി നമ്മൾ പറയും, ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും, ഞാൻ എനിക്ക് തന്ന മക്കള്. കമാൻ, 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പ്രജേ. അന്ന് സ്തോത്രം അവൻ പറയും, അതെ, അന്നവൻ നമ്മെ നോക്കി പറയും, നീ വിശ്വസ്ത ദാസനെ, വിശ്വസ്ത ദാസിയെ. എഴുന്നേറ്റ് നാട്ടെ, നമ്മുടെ സമയം പോയി. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്ക് എഴുന്നേറ്റ് നിന്നാട്ടെ. താങ്ക് യു ജീസസ്. എല്ലാ മഹത്വം അങ്ങേക്ക് കർത്താവേ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസനായ ഒരു ദൈവദാസനാകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു മെസ്സഞ്ചറാണ്, ഒരു ദൂതുവാഹിയാണ്, ഒരു പിതാവാണ്, ഒരു സ്തോത്രം പരിശീലകൻ ആണ്, ഒരു സ്തോത്രം അതേ റോൾ മോഡൽ ആണ്, നിങ്ങളൊരു നിക്ഷേപകനാണ്, നിങ്ങളൊരു വിശ്വസ്തയായ ദൈവദാസിയാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്തോത്രം നിങ്ങളൊരു ദൂതുവാഹിയാണ്, നിങ്ങളൊരു മാതാവാണ്, നിങ്ങളൊരു പരിശീലകയാണ്, നിങ്ങളൊരു മാർഗദർശിയാണ്, റോൾ മോഡലാണ്. അടുത്ത തലമുറയിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവേ, മകളിലേക്ക് നിക്ഷേപിച്ചവർ എന്നെ കേൾക്കുന്നു, മകളിലേക്ക് നിക്ഷേപിച്ചവർ കേൾക്കുന്നു. ഹല്ലേലൂയ. സൺഡേ സ്കൂളിൽ നിക്ഷേപിച്ചവർ എന്നെ കേൾക്കുന്നു, യൂത്ത് മീറ്റിങ്ങിന് നിക്ഷേപിച്ചവർ എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകൾ അടച്ച് 2 കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്നാൽ അവനൻ ബലം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്നാൽ അവനൻ ബലം. അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ. അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവൻ എന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലവൻ എന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ഈ രാത്രിയിലെ ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയതാ, അന്നാളിനവനെന്നോടു ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയതാ, അന്നാളിനവൻ എന്നോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ ബലം പകരുന്നു, നിന്നോടുകൂടെ ഉണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നു, നിന്നോട് കൂടെ. എല്ലാവരും ശബ്ദം ഉയർത്തി. സ്നേഹിതരില്ലെന്ന് കരുതിയ നാൾ,
അന്നാളിലവർ എന്നോടു ചൊല്ലി, സ്നേഹിതനില്ലെന്നു കരുതിയ അന്നാളിലവർ എന്നോടു ചൊല്ലി, നിത്യമം സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചവർ എന്നോട് കൂടെയുണ്ട്. നിത്യമം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം. പറഞ്ഞേ, അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവഭൂമേ, അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവഭൂമേ. രണ്ട് കരങ്ങൾ ഉയർത്തുക.